Hello teachers, good evening. Educational psychology. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആൻഡ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ യൂണിറ്റിന്റെ 4ാമത്തെ സെഷൻ. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ടുഡേസ് സെഷൻ. എല്ലാവരും നമ്മൾ വെൽക്കം ചെയ്യാണ്. ഒരു 3 ക്ലാസ്സുകൾ ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. 4ാമത്തെ ഒരു സെഷനാണ്. അത്യാവശ്യം കുറച്ച് വലിയൊരു യൂണിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഓരോരോ ഭാഗങ്ങൾ, ഓരോരോ പോർഷൻസ് പഠിച്ച് പോവാണ്. ഓക്കെ, അപ്പം വോയിസ് അതുപോലെ തന്നെ പ്രസന്റേഷൻ അതൊക്കെ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക. വോയിസിലോ ക്ലാസ്സിലോ എവിടെയെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ ലെറ്റ് മീ നോ ദാറ്റ്. ഓക്കെ, അതെന്നെ ഇൻഫോം ചെയ്യാം. അപ്പം പവർ പോയിന്റ് സ്ലൈഡ് മാറുന്നത് കാണുന്നുണ്ടോ? ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി കാണുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ, താങ്ക് യു. സോ നമ്മൾ ഇത്രയും കടന്നു പോയത് എന്തൊക്കെയാന്നുള്ളത് ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, അതുപോലെ തന്നെ ജനറൽ സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസസ്, സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതിന്റെ 11ഓളം സിഗ്നിഫിക്കൻസ് അല്ലേ. അതിനുശേഷം നമ്മളൊരു അടുത്തൊരു ടോപ്പിക്കിലേക്ക്, ഗ്രോത്ത് ഡെവലപ്മെന്റ്. അതിൽ ഗ്രോത്തിലേക്കാണ് ആദ്യം പോയത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു. ദെൻ ഡെവലപ്മെന്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ മെച്ചുറേഷൻ ഇതിലൊരു ചെറിയ ടോപ്പിക്കാണ്. അതിന്റെ മീനിങ്. പിന്നീട് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ. ഈ 3 ടേംസും തമ്മിലുള്ള ഡിഫറൻസ് മീൻസ് 3 ടേംസിനെയും ഒരുമിച്ച് കണ്ടു. ഒരു ചെറിയ ഡിഫറൻസ് ആണ് ആക്ച്വലി അത്. പിന്നെ ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, മോറൽ ഓർ ക്യാരക്ടർ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. സോ ഇത്തരത്തില് എങ്ങനെയാണ് ഡെവലപ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണേ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഇനി അതിന്റെ ഡെവലപ്മെന്റ് ഫേസസ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇവിടെ മുതലാണ് ഇന്ന് പഠിക്കാനുള്ളത്. ആർ യു റെഡി? റെഡിയാണോ? ഓക്കെ. അപ്പം പിന്നെ ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മുന്നോട്ട് പോകുമ്പോൾ കാണുക, ഓരോരോ ഇതിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഡോളസൻ പീരീഡിനാണ്. അവരുടെ സോഷ്യൽ, മെന്റൽ അത്തരം ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെ കടന്നു പോകും എന്നുള്ളത് കാണും. ഇവിടെ ആക്ച്വലി ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്നുള്ള ഒരു ടേമിലേക്കുള്ള ഇൻട്രോ ആണ് ഡെവലപ്മെന്റ് ഫേസസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഇന്ന് കാണുന്ന ഡെവലപ്മെന്റിലേക്ക് നമ്മൾ ഒരു ദിവസം കൊണ്ട് എത്തിയതല്ല, അല്ലെ? ആക്ച്വലി ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിൽ ഡിഫറൻസ് ഓർമ്മ ഉണ്ടോ? അത് അറിഞ്ഞെങ്കിലുള്ളൂ ഇത് മനസ്സിലാവുക. ഗ്രോത്തും ഡെവലപ്മെന്റും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ശരീരം വളരുന്നതിനെ എന്ത് വിളിക്കണം? ഗ്രോത്ത്. മനസ്സ് വളരുന്നതിന് എന്ത് വിളിക്കണം? ഡെവലപ്മെന്റ്. ടോട്ടൽ ക്യാരക്ടർ. ശരീരം വളർന്നിട്ടും മനസ്സ് വളർന്നിട്ടില്ലെങ്കിൽ എന്ത് വിളിക്കണം? പറ. അങ്ങനത്തെ ആളെ എന്താ വിളിക്കണം? മെന്റൽ ചലഞ്ചഡ്. അങ്ങനെ വിളിക്കൂല. അങ്ങനെ വിളിക്കും. ശരീരം വളർന്നിട്ട് മനസ്സ് വന്നില്ലെങ്കിൽ നമ്മള് പൊട്ട, അല്ലെ, മെന്റൽ അല്ലെങ്കിൽ ഭ്രാന്ത എന്നൊക്കെ വിളിക്കാറുണ്ടോ? ഇനിയിപ്പോ ആരും വിളിക്കലുണ്ടാവില്ല. എല്ലാവരും ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇപ്പൊ. ശരിക്കൂല്ലേ? നമ്മള് പിന്നെ കേൾക്കണില്ലേ? കേൾക്കണ്ട സർ. ഈ വോയിസ് കേൾക്കുന്ന ആളുകൾക്കൊന്ന് ജസ്റ്റ് ഒരു ഹായ് എന്ന് പറഞ്ഞാണ്. ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നു. എന്താ? പറഞ്ഞല്ലോ വീണ്ടും പറയാൻ പാടില്ല. പറയാത്തല്ലോ പറഞ്ഞാൽ മതി. ഹായ് സർ.
ഹായ് ഓക്കെ സർ. കഴിഞ്ഞോ? ആ മുബീനെ പറഞ്ഞിട്ടില്ലല്ലോ. ഹായ് സർ, ഞാൻ ഒരു വട്ടം പറഞ്ഞേ. ആ ഇത് 2 പ്രാവശ്യം പറയണോ? അപ്പല്ലേ പിന്നെ ശരിക്കും ഇപ്പൊ നിങ്ങള് ചെറിയ കുട്ടികളായിട്ടോ, 1ാം ക്ലാസ്സിൽ ചെന്നാല് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് അറിയില്ലേ, ആ മാതിരിയായി. സോ നമ്മൾ ഈ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് കാണാൻ പോണത് കേട്ടോ. അപ്പൊ പറഞ്ഞു ഗ്രോത്ത് പറഞ്ഞാൽ ശാരീരിക വളർച്ചയാണ്, ഡെവലപ്മെന്റ് ആണ് മാനസിക വളർച്ച. സോ ആ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് എങ്ങനെയൊക്കെയാണ്, ഓരോരോ പ്രായത്തിലും എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാകും, പിന്നെ നമ്മളൊരു അഡോളസന്റ് പീരീഡിൽ എന്തൊക്കെ ഡെവലപ്മെന്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഇവിടെ മാമൽസ് എന്നുള്ളൊരു ടേം കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമുക്കറിയാലോ, ഈ പിന്നെ പ്രസവിക്കുന്ന കുട്ടികള്, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചെറിയ കുട്ടികള്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഥവാ ന്യൂ ബോൺ ബേബീസ് ആണ്. സോ ദേ ആർ മോസ്റ്റ് ഇംമെച്യൂർ അറ്റ് ബർത്ത്. നമുക്കറിയാം അവർക്ക് തീരെ മെച്യൂരിറ്റി ഇല്ല, ഇല്ലേ? ചെറിയ കുട്ടികൾക്ക് എപ്പോ കരയണം എന്നറിയില്ല, എപ്പോ ചിരിക്കണം എന്നറിയില്ല, ആരോട് ചിരിക്കണം എന്നറിയില്ല, അല്ലെ? കുറെ ആദ്യത്തെ ഘട്ടത്തിൽ ചിരിക്കാനേ അറിയില്ല, പിന്നെ ചിരിക്കാൻ പഠിക്കും, പിന്നെ അത് ആരോട് ചിരിക്കണം എന്നറിയില്ല. അങ്ങനെ തീരെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ചെറിയ കുട്ടികൾ ജനിക്കുക. ഈ പോയിന്റിനോട് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. പിന്നീട് നമ്മുടെ എന്ത് ചെയ്യും, ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും, അല്ലെ? നമ്മളുടെ ഉള്ളിലുള്ള ഓരോരോ ബോഡി പാർട്സ് ഡെവലപ്പ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ മൈൻഡ്, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്റലിജൻസ്, അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. അപ്പം അതിങ്ങനെ ഓരോ ദിവസം ജീവിക്കുന്നിടത്തോളം അത് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സോ ഇവിടെ ഒരു സീക്വൻഷ്യൽ ചേഞ്ചസ് ടേക്ക് പ്ലേസ് ആണ്. ഓരോരോ ഏജിൽ ഓരോരോ സമയത്ത് അതിൻ്റെതായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അല്ലേ? കാരണം നമ്മളറിയാം കുറച്ച് ഏജ്ഡായ ആളുകൾക്ക് ഭയങ്കര മെച്യൂരിറ്റി ആണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? വിശ്വസിക്കാറില്ലേ? ഭയങ്കര ഏജായ ആളുകൾക്ക് ഭയങ്കര മെച്യൂരിറ്റി ഉണ്ട് വിശ്വസിക്കാറില്ലേ? ഉണ്ട്. അങ്ങനെ ഏജായ ആളുകൾ മെച്യൂരിറ്റി ഉണ്ട് നമ്മൾ അംഗീകരിക്കുന്ന അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അവർ അംഗീകരിക്കുന്നു, കണ്ടോ, ഇതാണ് എക്സാമ്പിൾ എന്നാർക്കും പറയാൻ പറ്റുമോ? ലൈഫ് എക്സ്പീരിയൻസ് അവർക്ക് കൂടുതലാവും, അതുകൊണ്ട് അതല്ല ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. അഥവാ മുതിർന്ന ആളുകളെ നമ്മൾ ഭയങ്കര മെച്യൂർഡ് ആയി കണ്ട് നമ്മൾ അവർക്ക് പരിഗണന കൊടുക്കുന്നുണ്ട്, അതിനൊരു എക്സാമ്പിൾ ഇതാണ്, നമ്മുടെ ലൈഫിലെ ഇന്ന ഇൻസിഡന്റ് ആണ് അതിന് എക്സാമ്പിൾ, അങ്ങനെ പറയാൻ പറ്റുമോ? മുതിർന്നവരെ മാത്രം പരിഗണിക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ടോ? ബസ്സിലെ സീറ്റ് മെച്യൂരിറ്റിയോടെ സീറ്റ് കൊടുക്കണേ? അതുപോലെ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാല് മുതിർന്നവരല്ലേ കാര്യമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. ആ അത് ഒരു കാരണം പറയാം. ഒന്ന് ഇതാരെ പറഞ്ഞ മുബീനെ? ഞാൻ തന്നെയാണ്. ഓക്കെ വെരി ഗുഡ്. അടുത്ത വേറെ ഏതാ? എന്ത്? അവിടേക്കാണ് ഞാൻ വരുന്നത്. വിവാഹത്തിനല്ല, വിവാഹത്തിന് അന്ന് ആർക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാം? അന്ന് നമ്മൾ ഫ്രണ്ട്സിനല്ലേ? മാരേജിന് ബന്ധപ്പെട്ട് ഇവിടെ ആരോ ഒരാൾ മൈക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട്. മാരേജിനെ ബന്ധപ്പെട്ട് നമ്മള് ഏറ്റവും മുതിർന്ന ആളുകൾക്ക് പരിഗണന കൊടുക്കുന്ന ഒരു ഇവന്റ് ഏതാ? കല്യാണത്തിന് അന്നല്ല, ഉറപ്പിക്കുന്ന സമയത്ത്. ഇത് വേണോ വേണ്ടെന്ന് ഉറപ്പിക്കുന്ന സമയം, അല്ലെ? അന്ന് ഫുള്ള് തലമുതിർന്ന മുടി നിറച്ച ആളുകളാണ് പോവുക. അതിന് ഒന്നാമത്തെ കാരണം എന്താ അറിയോ? അവരാണ് ഏറ്റവും നല്ല തീരുമാനിക്കുക. കാരണം അവർക്കാണ് ഏറ്റവും ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളത്, ഏറ്റവും നല്ല മെച്യൂരിറ്റി ഉള്ളവർക്കാണ് എന്നുള്ളതുകൊണ്ടാണ്. സോ ദിസ് ഈസ് കോൾഡ് ഡെവലപ്മെന്റൽ സ്റ്റേജസ്. ഏത്? കല്യാണത്തിന് വയസ്സന്മാര് പോണതല്ല. ഏതാ ഡെവലപ്മെന്റൽ സ്റ്റേജസ് പറയണത്? നമ്മുടെ ഓർഗാനിസം ഓരോരോ സീക്വൻഷ്യലായി ചേഞ്ച് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സാണ് ആക്ച്വലി ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോയാലോ? ഇനി ഡൗട്ട് ചോദിച്ചോട്ടെ സർ? അവിടെ മാമൽസ് മോസ്റ്റ് ഇമ്മച്യൂർ അറ്റ് ബർത്ത്, അപ്പൊ മാമൽസ് അങ്ങനെയാണോ പറയുന്നത്? മാമൽസ് എന്ന് പറയുമ്പോ പൊതുവെ
പറഞ്ഞോ. മാമൽസ് എന്ന കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത് ലൈക്ക് പ്രസവിക്കുന്ന സസ്തനികൾ എന്നുള്ള അർത്ഥമല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ മനുഷ്യന്മാരെ കുട്ടികളെ ഉദ്ദേശിക്കുള്ളൂ. അവിടെ സാർ മാമൽസിന്റെ ടേം യൂസ് ചെയ്തത് എന്തുകൊണ്ടാന്നാ ചോദിച്ചത്. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും അതിലില്ല. ചില മനുഷ്യന്മാര് ജനിച്ചു വീഴും, മനുഷ്യന്മാരെ കുറിച്ചാണല്ലോ ഇവിടെ നമ്മളെ ചർച്ച ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മനുഷ്യന്മാർ ജനിച്ചു വീഴുമ്പോ എന്ന് ഉദ്ദേശിച്ചതാണ്, വേറൊന്നുമില്ല. ഇൻഫാന്റ് എന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി ഉണ്ടല്ലോ ഹെർലോക്ക് എന്ന സൈക്കോളജിസ്റ്റ് നമ്മുടെ ഡെവലപ്മെന്റൽ ഫേസസിനെ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു തിയറി പഠിക്കാനുള്ളത് കേട്ടോ. സോ ഹെർലോക്കിന്റെ അഭിപ്രായത്തില് നമ്മുടെ ഫേസസ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഈ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റേജസിന്റെ പേര് ആദ്യം പഠിക്കുക. അഥവാ പ്രിനേറ്റൽ സ്റ്റേജ്, പോസ്റ്റ് നേറ്റൽ സ്റ്റേജ്, അതുപോലെ തന്നെ ഓക്കെ, ഇങ്ങനെ 2 സ്റ്റേജസ് ആക്കിയിട്ട് ഈ ഒരു 2 സ്റ്റേജസ് ആദ്യം പഠിക്കുക. ആ ഒരു പേര് മാത്രം പഠിക്കുക. അതിനുശേഷമാണ് പ്രിനാറ്റൽ സ്റ്റേജും പോസ്റ്റ് നാറ്റൽ സ്റ്റേജിലും ഏതൊക്കെയാണ് സ്റ്റേജസ് വരുന്നത് എന്നുള്ളത് പിന്നീട് വായിക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം 2 പേര് പഠിക്കുക, പ്രിനാറ്റൽ സ്റ്റേജ്, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്. ഓക്കെ. സോ പ്രീ നാറ്റൽ ആണ്, ദാറ്റ് മീൻസ് ബർത്തിന് മുമ്പാണ്, അല്ലെ? ഫ്രം കൺസെപ്ഷൻ ടു ബർത്ത്, പ്രഗ്നൻസി മുതൽ ജനനം വരെ നമുക്കൊരു കാലഘട്ടം ഉണ്ട്. ആ കാലഘട്ടത്തിൽ എന്താണ് ഡെവലപ്മെന്റ് സ്റ്റേജസ് കടന്നു പോണത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദ്യത്തെ 2 വീക്ക് ഇതില് പ്രിനാറ്റൽ സ്റ്റേജ് അല്ല ഇമ്പോർട്ടന്റ് കേട്ടോ, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് ആണ് ഇമ്പോർട്ടന്റ്. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രിനാറ്റലിനെ ആ ഒരു തിയറിയിൽ പറഞ്ഞു വെച്ചതാണ്. അപ്പം ആദ്യത്തെ 2 പീരീഡ് അല്ലെങ്കിൽ 2 വീക്ക് അല്ലെ, നമ്മുടെ ഒരു കൺസെപ്ഷൻ ക്യാരിങ് ആയി എന്ന് വന്ന ആദ്യത്തെ 2 വീക്ക് അതിന്റെ ആ ഒരു നമുക്കറിയാം ആ സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ സ്പേം അല്ലെ, അതിന്റെ വളർച്ച, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബയോളജി പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും. ആസ് എ ലേഡി നിങ്ങൾക്ക് എന്നേക്കാൾ അറിയുന്നുണ്ടാവും. സോ അതിനെ ഒരു ജേർമിനൽ പീരീഡ് എന്നാണ് അതിൽ പറയുന്നത്. അതിന്റെ ആ ഒരു സൈഗോട്ട് എന്ന സാധനം എന്താ? സൈഗോട്ട് എന്താ അറിയില്ല സർ. ആദ്യം ഈ അണ്ടവും ബീജും തമ്മിൽ ജോയിന്റ് ആവൂലേ, ആ ഒരു കുമള പോലെ സാധനല്ലേ, ദാറ്റ് ഗ്രോസ് ടു 1/4, അഥവാ 4/1 ഇങ്ങനെ വളർന്നു വരും. അപ്പൊ ഒരു സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അഥവാ നമ്മുടെ മൊത്തം ഡെവലപ്മെന്റ് സ്റ്റേജസ് വളർന്നു വരിക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അണ്ടവും ബീജവും തമ്മിൽ ജോയിന്റ് ആയി ആ ഒരു സൈഗോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ദെൻ 3 മുതൽ 8 വീക്ക് വരെ എംബ്രിയോണിക് സ്റ്റേജ് എന്നുള്ളതാണ്. ഈ ടേംസ് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് ഉണ്ടാവേണ്ടതിൽ. എംബ്രിയോണിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മളൊരു കുട്ടിയുടെ ഷേപ്പിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. റുഡിമെന്റ്സ് ബോഡി ഓർഗൻസ് ആർ ഫോംഡ്. റുഡിമെന്റ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ചെറിയ കൈയും കാലിന്റെയും ചെറിയ ചെറിയ ഷേപ്പുകൾ വരുന്ന ആ ഒരു സമയം. സോ ആ ഒരു സമയത്ത് ബോഡി ഓർഗൻസ് പതുക്കെ പതുക്കെ കണ്ണും മൂക്കും അങ്ങനെയുള്ള ഓരോരോ ഓർഗൻസ് പതുക്കെ പതുക്കെ ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെ? ആദ്യം ഒന്നുമില്ല, ജസ്റ്റ് ഒരു മാംസം അല്ലെങ്കിൽ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇങ്ങനെ ഓർഗൻസ് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഓർഗൻസ് ഉണ്ടാകുന്നു. പിന്നെ ഒരു 9 മാസം ശരിക്കും ഒരു കുട്ടിന്റെ ഈ ഒരു പ്രിനാറ്റൽ സ്റ്റേജിൽ എത്ര കാലഘട്ടം ഉണ്ടാവുക? എത്ര കാലഘട്ടം? അതെ, ജനിക്കുന്നത് വരെ 9 മാസവും 9 ദിവസം എന്നൊക്കെ പറഞ്ഞേക്കാം അല്ലെ. 270 to 280 ദിവസങ്ങള്. അപ്പം 9ാമത്തെ മാസത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു 9 മാസം തികഞ്ഞാലാണ് ബർത്ത്. എല്ലാവർക്കും അറിയാം, ഫീറ്റൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. സോ ഗ്രാജുവലി അറ്റൈൻ ഇറ്റ്സ് ഫുൾ സൈസ് ആൻഡ് ഷേപ്പ്. അഥവാ 9 മാസം ആകുമ്പോഴേക്ക് കുട്ടിന്റെ ആ ഒരു ബേബി എന്നുള്ള നിലക്ക്, ഒരു ഇൻഫാന്റ് എന്നുള്ള നിലക്ക് ആ കുട്ടി വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ആദ്യത്തെ ഒരു 3 സ്റ്റേജ്, ജേർമിനൽ സ്റ്റേജ്, എംബ്രിയോണിക് സ്റ്റേജ്, ഫീറ്റൽ സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജസ് പ്രിനാറ്റൽ സ്റ്റേജിൽ തന്നെ ഉണ്ട്. കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്, അല്ലെ? ആദ്യത്തെ 4/1 വർഷം മാത്രം എത്തുന്ന സമയം. പിന്നീട് ഓർഗൻസ് വരുന്ന ആ ഒരു സ്റ്റേജ്. 3
എല്ലാ ഓർഗൻസും വന്ന് ഒരു ബേബി എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഫോം ചെയ്ത ഒരു ഫീറ്റൽ സ്റ്റേജ്. ഇനി അവിടുന്ന് മാറി നമ്മൾ പിന്നീട് ഡെലിവറി കഴിയുന്നു, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് ആണ് അല്ലെ. നമ്മൾ ആ കുട്ടി ജനിക്കുന്നു, അതില് ആദ്യത്തെ സ്റ്റേജ് ആണ് ഇൻഫാൻസി എന്ന് പറയുന്നത്. റൈറ്റ്, ഇൻഫാൻസി എന്ന് നിങ്ങൾ ഷേക്സ്പിയർ നമ്മുടെ ലൈഫിലൊക്കെ 7 ഘട്ടങ്ങളാക്കി തിരിച്ചതൊക്കെ കേട്ടണോ? അതിനെ കുറിച്ച് ലിറ്ററേച്ചർ കേട്ടണോ? കേട്ടിട്ടുണ്ട് സർ. ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, ബോയ്ഹുഡ്, അഡോളസൻ, യൂത്ത്, ഓൾഡ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, ഡീക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 7 ആക്കി തിരിച്ചു. അത് ഇൻഫാൻസി അദ്ദേഹം പറയുന്നുണ്ട്. ഇൻഫാൻസിന്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞതായിരിക്കും അറിയോ? ഈ കേട്ട ആൾക്കറിയോ ഇൻഫാൻസിനെ കുറിച്ച് ഷേക്സ്പിയർ എന്താ പറഞ്ഞതെന്ന്? ഏത് പ്രായം അറിയോ? സർ ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല സർ, ഞാൻ കേട്ടിട്ടുണ്ട് അത്. ഓക്കെ, അതിൽ പറഞ്ഞതെന്ന് വെച്ചാല് നേഴ്സിന്റെ കയ്യിൽ ഇരുന്ന് കരയുന്ന പ്രായമാണ്. ആക്ച്വലി നേഴ്സസിന്റെ കയ്യിലിരുന്ന്, അല്ല, ഈ ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് പോയതിനു മുമ്പുള്ള ബേർത്ത് കഴിഞ്ഞ് ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ ശരിക്കും ഇൻഫാൻസി പറയാം. സോ ഇവിടെ വെച്ചാല് ഇൻഫാൻസി ഉദ്ദേശിക്കുന്നത് ഫ്രം ബേർത്ത് ടു 2 years ആണ്. 2 വയസ്സ് വരെ ഇൻഫാൻസി എന്നാണ് പറയുന്നത്. സോ ആ ഒരു ചെറിയ പ്രായം. ഓക്കെ, അപ്പം അതിൽ ഓരോന്നിനും എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു എന്ന് പറയണില്ല കേട്ടോ. ഇവിടെ ആക്ച്വലി ഇത്രയും സ്റ്റേജസിലൂടെ കടന്നു പോകുന്നത് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓരോ സ്റ്റേജിന്റെയും പ്രത്യേകതകളായിട്ട് അങ്ങനെ ഇതിൽ പഠിക്കാനില്ല. ഓക്കെ, അപ്പം അപ്പൊ ഇതിൽ പഠിക്കേണ്ട എത്രയാണ്? പ്രിനാറ്റൽ സ്റ്റേജ്, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് എന്നുള്ള 2 സ്റ്റേജസ് ഉണ്ട്. അതിൽ പ്രിനാറ്റൽ സ്റ്റേജിൽ 3 സ്റ്റേജസ് പീരീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 സ്റ്റേജസ് ഉണ്ട്. ജെർമിനൽ പീരീഡ്, എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് ഫീറ്റൽ സ്റ്റേജ്. ദെൻ പോസ്റ്റ് നാറ്റൽ സ്റ്റേജിൽ 1 ഇൻഫാൻസി. ഓക്കെ, 2 വയസ്സ് വരെയുള്ള പ്രീനേറ്റൽ സ്റ്റേജിൽ 3 to 8 weeks എംബ്രിയോണിക് സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ 9 months to birth ആണോ ഫീറ്റൽ സ്റ്റേജ് വരുന്നത്? അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ലേ? ഇതിൽ കൃത്യമായിട്ട് അങ്ങനെ ഓരോ സ്റ്റേജസും അങ്ങനെ പറയല്ല. വെച്ചാല് ആ ഒരു വളർച്ച ഘട്ടം മറ്റേതൊരു ഓർഗൻസ് വരുന്നു, ഇവിടെ ഫുള്ളി അറ്റൈൻ ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞതാണ്. ഇതിൽ ഈ തിയറിയിലൊക്കെ മിസ്സിംഗ് ഉണ്ടാവും കേട്ടോ. പ്രോപ്പർ സീക്വൻഷ്യൽ ആയിട്ടാണ് പോകുന്നത്. അതിൽ മാത്രം ഒരു ഓക്കെ. ഇനി പുസ്തകത്തിൽ മാറിയിട്ടില്ല ശരി. ഇനി വേറെ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ തന്നെ ഇതേ തിയറി തന്നെ വേറെ സ്റ്റേജസ് ഒക്കെ കാണും കേട്ടോ. നമ്മളിപ്പോ മുന്നോട്ട് പോകുമ്പോ ഏത് തിയറി പഠിക്കുകയാണെങ്കിലും ഇപ്പൊ നമ്മള് ബുക്കിൽ കൊടുത്ത അതിൽ നിന്ന് ചെറിയ ചെറിയ ഡിഫറൻസസ് കാണാം. ഇത് ഡിഫറൻസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് ഇനിയിപ്പോ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഐ തിങ്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ഈ ഒരു ഓർഡർ തന്നെ കൊടുത്തെന്നാണ് ഞാൻ ഓർക്കണേ. നമുക്ക് നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ 2 പോസ്റ്റ് നാറ്റൽ സ്റ്റേജില് 1 ഇൻഫാൻസി. ഓക്കെ, ആ ഒരു ഏറ്റവും കുട്ടിയായിരിക്കുന്ന സമയം, 2 വയസ്സ് വരെയുള്ള സമയം. 2 ചൈൽഡ്ഹുഡ്, അതില് ഏർലി ചൈൽഡ്ഹുഡും ഉണ്ട്, ലേറ്റർ ചൈൽഡ്ഹുഡും ഉണ്ട്. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് 3 to 6 years എന്നാണ് പറയുന്നത്. ലേറ്റർ ചൈൽഡ്ഹുഡ് 7 to 10 years ആണ്. അപ്പം ഇതിലല്ലേ നമ്മൾ ശരിക്കും ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് പഠിക്കുമ്പോൾ ഇൻഫാൻസി സ്റ്റേജിൽ എങ്ങനെയൊക്കെ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഉണ്ടാകും, ഓരോ മെന്റലി, ഫിസിക്കലി, അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ്, അങ്ങനെ ഓരോന്ന് പഠിക്കാണ്ട് ശരിക്കും. അത് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനില്ല, ജസ്റ്റ് സ്റ്റേജസ് മാത്രമേ ഉള്ളൂ. പിന്നെ 3 പ്രീ അഡോളസെൻസ് സ്റ്റേജ് ആണ്, അഥവാ അഡോളസെൻസിന്റെ തൊട്ട് മുമ്പ്. ഇതിലും 11 to 13 ആണ്. ഇതൊക്കെ പെൺകുട്ടികളിൽ ഡിഫറൻസസ് ഉണ്ടാവും അല്ലെ. കാരണം പിന്നെ അത് മാത്രമല്ല, ഈ അഡോളസൻ പീരീഡിന്റെ റേഞ്ച് ഒക്കെ പണ്ടുള്ള പോലല്ല, ഇപ്പോ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇതിപ്പോ ഈ ഒരു ഹെർലോക്കിന്റെ തിയറി പ്രകാരം പ്രീ അഡോളസൻസ് പറയുന്നത് 11 to 13 വയസ്സ്, അഡോളസൻസിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയം. ദെൻ 4 അഡോളസൻസ് ആണ് 14 to 17 വയസ്സ് വരെയുള്ള ഒരു സമയം. ഇതിൽ ഞാൻ പറയണു, ഓരോ തിയറികൾ മാറുന്തോറും ഡിഫറൻസസ് ഉണ്ടാകും. സെയിം തിയറി തന്നെ 2 ബുക്കിൽ നിന്ന് റെഫർ ചെയ്യുകയാണെങ്കിലും ചിലത് ഡിഫറൻസസ് അവിടെ 9 months പകരം 9 weeks ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ കയ്യിൽ പുസ്തകമില്ല, നോക്കാം. ഓക്കെ സർ. ഓക്കെ, ഞാൻ അവിടുന്ന് പോന്നിട്ടില്ല അല്ലേ സർ? അവിടെ ഒരു ഡൗട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അല്ല ഞാനത് അറിയാം. അപ്പൊ എന്റെ കയ്യിൽ പുസ്തകമില്ല, അപ്പൊ നോക്കണമെങ്കിൽ പുസ്തകം ഇനി കുറച്ച് റെഫർ ചെയ്തിട്ട് നമുക്ക് നോക്കാമല്ലോ വിചാരിച്ചു.
ഓക്കെ, എന്നാ ഇനി നമുക്ക് ഒന്ന് ഡെലിവറി നടത്തിയാലോ? ദാറ്റ് മീൻസ് ഈ ഒരു ഇൻഫാൻസിലേക്ക് പോയാലോ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഇൻഫാൻസി, ചൈൽഡ്ഹുഡ് തന്നെ ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, ദെൻ പ്രീ അഡോളസൻസ് 11 to 13, അഡോളസൻസ് 14 to 17. അഡോളസൻസിനെ കുറിച്ച് എന്താ ഷേക്സ്പിയർ പറഞ്ഞറിയോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞറിയോ? ഇല്ല. എന്താ പിന്നെ നിങ്ങൾ പണി കഴിഞ്ഞാലോ? ഫസ്റ്റ് ഒന്നുമില്ല, എന്നിട്ട് പിന്നെ ഫുള്ള് ഞാൻ ഇനി ഫുള്ള് പറയണോ? നല്ല ആൾക്കാരാണ്. അഡോളസൻസിനെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ചാലേ നമ്മുടെ ഇതുണ്ടാവില്ലേ, അത് ഓപ്പോസിറ്റ് സെക്സ് ഉണ്ടാവില്ലേ? ഇപ്പൊ ആണാണെങ്കിൽ തന്റെ പ്രണയിനിയുടെ ഐബ്രോയെ വർണ്ണിച്ച് കവിത എഴുതുന്ന പ്രായം എന്നാ പറഞ്ഞേ. മനസ്സിലായോ? ഹലോ, എന്താ അവിടെ ഇല്ലേ? എനിക്കിത് ഇമാജിൻ കട്ടാവുന്നുണ്ടോ? ചെയ്ത് നോക്കിയതാ സർ. കുറച്ച് ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ, ദെൻ മിഡിൽ ഏജ് 40 to 60. മിഡിൽ ഏജിന്റെ പ്രത്യേകത എന്താ പറഞ്ഞറിയോ? ഷേക്സ്പിയർ തിയറി പഠിക്കാനില്ല കേട്ടോ, പക്ഷെ അതേ രസകരമായി പറഞ്ഞു. നമ്മളെ ഇതില്ലേ, അത് ശരിക്കും അതേ അഡൽട്ട്ഹുഡ്, സോറി മിഡിൽ ഏജിനൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ റൗണ്ട് ബെല്ലി ഇല്ലേ, ഉടവയറോ, അതാണ് അതിന്റെ പ്രത്യേകത പറഞ്ഞത്. സോ ഇവിടെ അഡോളസൻസ് 14 to 17, അത് കഴിഞ്ഞാൽ അഡൽട്ട്ഹുഡ് ഉണ്ട്. അതിനെ ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞിട്ട് 20 to 24 പറയുന്നുണ്ട്. പിന്നെ മിഡിൽ ഏജ് 40 to 60. ഇവിടെയും ഒരു ലേറ്റർ അഡൽട്ട്ഹുഡ് ഇതിൽ പറയണില്ല കേട്ടോ. ഓക്കെ, അവിടെ ഗ്യാപ്പ് കാണാൻ പറ്റും. ദെൻ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് 60 years ആൻഡ് ഓൺവേർഡ്സ് ആണ്. 60 മുതൽ അല്ലെ 60 to എത്രയാവാം. അപ്പം ഇത് ഹെർലോക്കിന്റെ ജസ്റ്റ് തിയറി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഹെർലോക്കിന്റെ അല്ല, വേറെ തിയറി ഡീറ്റെയിൽഡ് പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വെച്ചാല് നമ്മുടെ ലൈഫിനെ ഇത്തരത്തിൽ ഇങ്ങനെ ഡെവലപ്മെന്റൽ ഫേസസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അതിനൊരു ജസ്റ്റ് ഒരു ഐഡിയ എന്നുള്ളവർക്കാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു തിയറി വന്നിട്ടുള്ളത്. ഇനി നേരെ ഇൻഫാൻസി ടു അഡോളസൻസ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫ്രം ഇൻഫാൻസി ടു അഡോളസൻസ്. ഇത് 2-3 ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മുകളിൽ 1, 2 എന്നൊക്കെ ഇട്ടുകണേ. സോ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് റാപ്പിഡ്ലി ഡ്യൂറിങ് ഇൻഫാൻസി സമയത്താണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ. ഇവിടെ പറഞ്ഞോ, നമ്മൾ ഗ്രോത്ത് ഡെവലപ്മെന്റ് പഠിച്ചു അല്ലെ? ഗ്രോത്ത് പറഞ്ഞാൽ ശാരീരിക വളർച്ചയാണ്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനസിക വളർച്ചയാണ്. പക്ഷേ ഇവിടെ ഇനി ഇടയ്ക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയും. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്? ദാറ്റ് മീൻസ് മനസ്സിന്റെ വളർച്ച. അങ്ങനെ ആ ഒരു മനസ്സിന്റെ വളർച്ച തന്നെയാണ് ഡെവലപ്മെന്റ് എന്ന് ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കരുത്. ഡെവലപ്മെന്റിന് ശരിക്കും ഗ്രോത്തിനും പറയും, ഡെവലപ്മെന്റിനും പറയും. ചില സമയത്ത് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പ്രത്യേകം പറയുന്നു മാത്രം. ഓക്കെ, അഥവാ ഡെവലപ്മെന്റ് എന്ന ടേം കോമൺ ആയിട്ട് ഉപയോഗിക്കും എന്നാണ് ശരിക്കും പറഞ്ഞാല്. സോ ഹിയർ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് റാപ്പിഡ്ലി ഡ്യൂറിങ് ഇൻഫാൻസി. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ശരിക്കും പെട്ടെന്ന് വളരുക അല്ലെ? നമുക്ക് ഇങ്ങനെ ചിലപ്പോ ആ ഒരു മാറ്റം വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻസ് ചെയ്യാൻ പറ്റും. സോ അതാണ് അവിടെ പറഞ്ഞത്. ദെൻ 25 centimeter ബൈ ദ ഫസ്റ്റ് ഇയർ ആൻഡ് വെയിറ്റ് ബിക്കം ഡബിൾ ഡ്യൂറിങ് ദ ഫസ്റ്റ് 6 months ഒക്കെ പറയുന്നുണ്ട്. കുട്ടിന്റെ നീളം അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് 25 centimeter ഒക്കെ വളരാം ആദ്യത്തെ ഒരു വർഷം. അതേപോലെ തന്നെ വെയിറ്റ് ആണെങ്കിൽ ഡബിൾ ആകാന്നൊക്കെ പറയണേ അല്ലെ? ഡ്യൂറിങ് നമ്മൾ ഫസ്റ്റ് ബർത്തിന്റെ സമയത്ത് കുട്ടിക്ക് എത്ര വയസ്സ് വരെ, എത്ര സാധാരണ ഇതിൽ എത്ര ഉണ്ടാവും വെയിറ്റ്? ഐഡിയല് 2.5 അല്ലേ? 2.5 കിലോ, 3-3.5 വരെയൊക്കെ വരാം അല്ലെ? ആ ഒരു ഇതൊക്കെ വരാറുണ്ട്. സോ പിന്നീട് പെട്ടെന്ന് എന്ത് ചെയ്യും? 90 കഴിയുമ്പോഴേക്ക് കുട്ടി ആകെ മാറി തടിച്ച് അല്ലെ? നിങ്ങളും തടിക്കും, കുട്ടിയും തടിക്കും. ആൻഡ് പിന്നീട് എന്ത് ചെയ്യും? ട്രിപ്പിൾ ഇൻ ദ നെക്സ്റ്റ് 6 months അല്ലെ? അത് ട്രിപ്പിൾ ആകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ തൂക്കം പെട്ടെന്ന് ഭയങ്കരമായ മാറ്റം വരുന്നൊരു സമയമാണ് ഇൻഫാൻസി എന്ന് പറഞ്ഞാല്. പിന്നെ ഒരു 7-8 to 10 ആയ പിന്നീട് നിൽക്കൂല, കുറച്ച് അങ്ങനെ സംഭവിക്കാം. മദേഴ്സ് പറയൂ, നിങ്ങൾക്ക് കുട്ടിന്റെ വെയിറ്റ് ഒക്കെ ഇങ്ങനെ കൃത്യമാക്കി നോക്കി നടക്കണേ.
ഒരു വയസ്സ് വരെ കുട്ടികളില്ലാത്തവരുണ്ട് സർ. സാരല്ല. അല്ലേ, ഒരു വയസ്സ് വരെ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് വളർന്ന് തൂക്കൊക്കെ വെച്ച് പിന്നെ ഇങ്ങനെ ഒന്നും അവിടെ ഹോൾഡ് ആവൂലേ? അതെ സർ. എക്സ്പീരിയൻസ് ഉള്ളവരും ഇങ്ങനെ മുന്നോട്ടൊന്ന് പറയട്ടോ. എനിക്കാകെ 2 എക്സ്പീരിയൻസ് ഉള്ളേ. സോ ദ ഇന്റേണൽ ഓർഗൻസ് റീച്ച് എ ബാലൻസ് ഓഫ് എഫക്റ്റീവ് ഫങ്ഷനിങ്. അപ്പൊ നമ്മുടെ പുറമെ നമുക്ക് ഈ കുട്ടിന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ മാറുന്നത് കാണാൻ പറ്റും. ഇന്റേണൽ ഓർഗൻസും ഇതേപോലെ തന്നെ അതിന്റെ കൃത്യമായ ഫങ്ഷനിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടിന്റെ സെൻസറി ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. സെൻസറി ഓർഗൻസ് അറിയാന്ന് വിശ്വസിക്കുകയാണ്. യെസ് സർ. അറിയാം എത്ര? സർ. 5 organs. 5. എത്ര? 5. ഞാൻ കരുതി ഒരാൾ 5 പറഞ്ഞ് ഞാൻ ഓക്കെ. വേറെ ഇപ്പൊ എന്തെങ്കിലും പുതിയ ആൻസർ ഉണ്ട് വിചാരിച്ചു. Then hearing appears well developed. That means അവന്റെ കേൾവി വളരെ കൃത്യമായി ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കേൾവിയും കാഴ്ചയും ഒക്കെ പരിശോധിച്ചിട്ട് മാത്രമേ കുട്ടിനെ വിടുള്ളൂ അല്ലേ? അതെ. ഓക്കെ. അത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. ഞാൻ എന്റെ മോന്റെ ഇതേപോലെ കേൾവി പരിശോധിക്കുമ്പോൾ അപ്പോൾ അവിടെ കാക്കണ്ട്. ഈ കുറച്ച് ഏജിലെ ആൾക്ക് അപ്പൊ അതൊന്നും പറ്റൂലല്ലോ. അതില് എന്നുവെച്ചാൽ അവര് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ്. അതില് മൂപ്പര് നേഴ്സും ആള് ഭയങ്കര സംസാരത്തിൽ ഭയങ്കര ഇതാക്കി. മൂപ്പര് ചെയ്യണ്ട. നേഴ്സസ് പറയും അത് ചെയ്തെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ. അല്ലെ, നമ്മുടെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് ചെയ്യണം. അതിൽ മൂപ്പര് എന്തിനാ ഉറങ്ങി കിടക്കുന്ന കുട്ടികളെ മൂപ്പര് ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് സൗണ്ട് ആക്കി. അതിലെ കുട്ടീനെ നെറ്റി ഉണന്ന്. എന്നിട്ട് നേഴ്സിനോട് ചോദിക്കുകയാണേ ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ വേണ്ടത്? അതോ ഞാൻ സൗണ്ട് ഉണ്ടായപ്പോ കുട്ടി ഉണർന്നില്ലേ? അപ്പൊ അത് സൗണ്ട് കേട്ടിട്ടല്ലേ? ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യൂലേ? അതൊക്കെ ഉണ്ട്. ഒന്നിപ്പോ കാക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതെ. ഇത് നമ്മളെ +2 പാടുണ്ടേ. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ്. ആരെങ്കിലും വായിച്ചോണോ? +2 അല്ല, ഡിഗ്രിയില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ തോന്നുന്നുണ്ട്. അതിലൊരു ലേഡി ഉണ്ട്. അവര് വണ്ടി ഓടിച്ചു പോകും, കാറ്. മക്കള് ലൈസൻസ് ഇല്ല, വണ്ടിക്ക് ബ്രേക്കും ഇല്ല. അപ്പോ മക്കള് തടഞ്ഞപ്പോ അവര് വാദം വെച്ചാല് ഞാൻ വണ്ടി ഓടിച്ച് ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഓടിച്ച് ഞാൻ ടൗണിൽ പോയി തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ എന്നെ കൈ കാണിച്ചാൽ ഞാൻ ആ പോലീസുകാരന്റെ കാരണം പിന്നെ വണ്ടി തടഞ്ഞു നിർത്തി ലൈസൻസ് ചോദിച്ചാല് ആ പോലീസുകാരന്റെ കാരണത്ത് ഞാൻ അടിക്കുന്ന പറയണേ, അല്ലെങ്കിൽ അവനെ ഞാൻ തെറി വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാൻ അത്രയും എക്സ്പേർട്ടായി വണ്ടി ഓടിച്ച് വരുമ്പോ എന്നെ കൈ കാണിച്ചിട്ട് ലൈസൻസ് ഉണ്ടോ ചോദിക്കണമെങ്കിൽ എന്താ അർത്ഥം എന്ന് ചോദിക്കണേ. ശരിയല്ലേ? കാര്യം മനസ്സിലായോ നമുക്ക്? അത് ശരിയാണ്. അല്ല, അത്ര ടൗണിലൊക്കെ പോയി വന്ന ഒരാളോടെ പിന്നെ എനിക്ക് ലൈസൻസ് ഉണ്ടോ ചോദിക്കണമെങ്കിൽ എന്താ അർത്ഥമുള്ളതെന്നാ ചോദ്യം. എന്തെങ്കിലും അഭിപ്രായം? പ്രൂഫ് വേണ്ട ഉണ്ട് എന്നുള്ള, എക്സ്പെർട്ട് ആണ് എന്നുള്ള. ഈ വണ്ടി ഓടിച്ചു വന്നതല്ലേ പ്രൂഫ്? അതിപ്പോ പറയാൻ പറ്റില്ല. വലിയ പ്രൂഫ് എന്താ? അപ്പൊ ഇതിന് ലൈസൻസ് ഉള്ള ആൾക്കാരുണ്ടാവും വണ്ടി ഓടിക്കാൻ അറിയാത്ത. വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷെ ലൈസൻസ് ഇല്ല, അങ്ങനത്തെ പ്രശ്നം. എന്റെ വീട്ടിൽ ഒരാൾ തിരിച്ചുണ്ട്, ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പം അതിനേക്കാൾ നല്ലത് ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിച്ച് കാണുമ്പോ ലൈസൻസ് ഉണ്ടോ ചോദിക്കാതെ കാണല്ലേ? എന്താ അഭിപ്രായം? അതും ശരിയാണ്. പ്രാക്ടിക്കലായി ചിന്തിച്ചോക്കാണ്. അതെ, ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ചവരെക്കാൾ കൂടുതൽ മെക്കാനിക്സും അറിയുന്നവര് വർക്ക്ഷോപ്പിൽ ഉണ്ടാവില്ലേ? വർക്ക്ഷോപ്പിലുണ്ടാവും. നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ് ആക്ച്വലി. ഓക്കെ, അപ്പം ഹിയറിംഗ് എന്ത് ചെയ്യും? കുട്ടിന് കൃത്യമായിട്ട് ഡെവലപ്ഡ് ആകും. ഫസ്റ്റ് 3 years ആദ്യത്തെ ഒരു 3 വർഷം കൊണ്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്ട്രെങ്ത് ആൻഡ് മെയ്ഡ് മോർ സ്റ്റേബിൾ. നമുക്കറിയാലോ അല്ലെ, കുട്ടി ബാലൻസ് ചെയ്ത് നടക്കും, വളരെ ഓടാനും ചാടാനൊക്കെ തുടങ്ങും. ആദ്യത്തെ ഒരു 3 വർഷം അഥവാ 3 വയസ്സ് വരെ, 3 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസിൽ അവൻ എക്സ്പേർട്ട് ആയിരിക്കും. ദെൻ ലേറ്റർ ചൈൽഡ്ഹുഡില് ബോഡി ഡെവലപ്മെന്റ് അപ്പിയേഴ്സ് ടു ബി സ്ലോ ഡൗൺ. ലേറ്റർ ചൈൽഡ്ഹുഡ് ഏത് വർഷമാണെന്ന് ഓർക്കുണ്ടോ? ഏത് വയസ്സ് ഓർക്കുണ്ടോ?
ലേറ്റർ 7 to ചൈൽഡ് 10. 7 to 10 അല്ലെ? കാരണം 7 വയസ്സ് വരെ, ദാറ്റ് മീൻസ് 1ാം ക്ലാസ് വരെ. ഈ 2ാം ക്ലാസ് 4ാം ക്ലാസ് കുട്ടികളെ കണ്ടാൽ വല്ലാതെ തിരിച്ചറിയില്ല. LKG ചെറിയ കുട്ടികളെ അഥവാ ഒരു അംഗനവാടി പോണ കുട്ടിനെയും 1ാം ക്ലാസ്സിൽ വേഗം തിരിച്ചറിയും കുറച്ചൊക്കെ. പക്ഷെ അത്ര ഇത് 2ഉം 3ഉം ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ തിരിച്ചറിയൂല. എന്ന് വെച്ചാല് ആ ഒരു 7 വയസ്സ് വരെയൊക്കെയുള്ള ആ ഒരു വളർച്ച പെട്ടെന്ന് വളർന്ന് പിന്നെ കുറച്ചിങ്ങനെ നിൽക്കും. പിന്നെ ഇങ്ങനെ പിന്നെ എപ്പോഴാണ് വരിക? പൊതുവെ നമ്മളെ എക്സ്പീരിയൻസ് Adolescence. അഡോളസൻസ് ആ ഒരു സമയത്തുണ്ട് പെട്ടെന്ന് പേര് അല്ലെ ചേഞ്ചസ് വരും. പക്ഷെ ഇത് ആക്ച്വലി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതന്നെ ഇവിടെ എഴുതിയൊക്കെ എന്നുള്ളൂ. ഇനി അഡോളസൻസിന്റെ സമയത്ത് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാന്നുള്ളതാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് അഡോളസൻസിനെ കുറിച്ച് എപ്പോഴും ഒരുപാട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ആക്സലറേറ്റഡ് റേറ്റ് ഓഫ് ഫിസിക്കൽ ഗ്രോത്ത് അല്ലെ? ഫിസിക്കൽ ഗ്രോത്ത് പിന്നെയും എന്ത് ചെയ്യും? വളരും. അപ്പൊ ലേറ്റസ്റ്റ് ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ പതുക്കെ സ്ലോ ഡൗൺ ചെയ്ത് ആ ഒരു ഫിസിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് പിന്നീട് എന്ത് ചെയ്യാണ്? അഡോളസൻസ് എത്തുമ്പോൾ വീണ്ടും വലുതാവാണ്. ആ ഒരു സെക്ഷൽ മെച്യൂരിറ്റിയിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ man reaches a great average level in height and weight at 13. 13 വയസ്സൊക്കെ ആവുമ്പോൾ മാൻ റീച്ചസ് എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും. ഒരു ആവറേജ് ഹൈറ്റ് ആൻഡ് വെയിറ്റിലേക്ക് എന്ത് ചെയ്യും? ആൺകുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾ, പെൺകുട്ടിയാണെങ്കിൽ അതിന് മുമ്പ് എത്തും, ആൺകുട്ടിയാണെങ്കിൽ ഏതായാലും എത്തും. ദെൻ ഗേൾസ് സർപാസ് ബോയ്സ് ഇൻ ഹൈറ്റ് അല്ലെ? പെൺകുട്ടികൾ എന്ത് ചെയ്യും? ആൺകുട്ടികളെ മുന്നിൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് എന്ത് ചെയ്യും? അച്ചീവ് ചെയ്യും. അത് എ ഇയർ ഓർ 2, 1 or 2 വർഷം മുമ്പ്. 13 വയസ്സിൽ ആൺകുട്ടിക്ക് ഉണ്ടാകുന്ന വളർച്ച അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ ഒരു 11 വയസ്സിലോ ചിലപ്പോൾ 10 വയസ്സിലോ ഒക്കെ പെൺകുട്ടി നേടിക്കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. പിന്നീട് ലോക്കോമോട്ടോർ സ്കിൽസ് ആണ്. ലോക്കോമോട്ടോർ എന്ന് പറഞ്ഞാല് നമ്മുടെ അവയവങ്ങള് അല്ലെ? ഹെഡിന്റെ കൺട്രോള്, നമ്മുടെ സ്റ്റാൻഡിങ്, സിറ്റിങ്, വാക്കിങ്, ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ആ ഒരു സ്കില്ല് അവരിൽ ഡെവലപ്ഡ് ആകും. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാരല്ലേ, ഇപ്പൊ നമ്മളെ പ്ലെയേഴ്സ് ആവട്ടെ, അങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫെയിമിലെത്താൻ ഏറ്റവും കൂടുതൽ ഒരാള് പിന്നെ അവന്റെ ആ ഒരു ഇൻബോൺ എബിലിറ്റീസ് ഷോ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു 18 വയസ്സിന് മുമ്പാണ്. ഇത്ര 15 to 18 വയസ്സിന് സമയത്താണെന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഏറ്റവും നല്ല പ്ലെയേഴ്സ് അവരൊക്കെ അത് ഫിസിക്കലി ആൻഡ് മെന്റലി എപ്പോഴും നമ്മുടെ ഒരു പീക്ക് ലെവലിൽ എത്താൻ ഏറ്റവും നല്ലത് ആ ഒരു 15 to 18 വരുന്ന സമയമാണ്. അതാണ് ഗോൾഡൻ ടൈം എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഓക്കെ. ദെൻ മാനിപ്പുലേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ്ഡ് അഥവാ ഐ ഹാൻഡ് കോർഡിനേഷൻ അല്ലെ? കണ്ണെത്തുന്നിടത്ത് കാലെത്തണം, അല്ലെങ്കിൽ മനസ്സെത്തുന്നിടത്ത് കയ്യെത്തണം. അങ്ങനത്തെ ആ ഒരു ഡിഫറെന്റ് ബോഡി പാർട്സ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കൂടുന്ന ഒരു സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സ്പീഡ് ഓഫ് മൂവ്മെന്റ്സ് എക്സെട്ര അഥവാ ഓട്ടം, ചാട്ടം, നടത്തം, ഇരുത്തം, ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ബോഡി ഹാർഡാവും. ഒരു 18 കഴിഞ്ഞ് പതുക്കെ ബോഡി ഹാർഡാവും. സോ അതിന് മുമ്പുള്ള ഒരു ഫ്ലെക്സിബിൾ ടൈമാണ്. ആ സമയത്താണ് അവര് ഒരുപാട് ബോഡി ചേഞ്ചസ് ഉണ്ടാകുന്നതും ഒരുപാട് ഹോർമോണിക് ചേഞ്ചസ് ഉണ്ടാകുന്നതും മെന്റൽ ചേഞ്ചസ് ഉണ്ടാകുന്നതും ഒക്കെ അല്ലെ? ഈ അഡോളസന്റ് ആയ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ അവന്റെ മാനസികമായ ഒരു പ്രശ്നം എന്താ? അവൻ നേരിടുന്ന ഏറ്റവും വലിയ മാനസിക പ്രശ്നം എന്താ? ശരീരത്തിൽ വരുന്ന ചേഞ്ചസ്. ശരീരത്തിന് ചെയ്യുന്ന ചേഞ്ചസിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടോ? മാനസികമായ പലതുണ്ട്. ഒന്ന് പറയാനുള്ളത് വെച്ചാല് ആം ഐ ഓൾഡ് ഓർ യങ്? ഞാൻ ചെറുതോ വലുതോ അഥവാ കുട്ടിയോ മുതിർന്നതോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സാധാരണ പറയുന്നതാണ്. വേറെ ഉണ്ട് ഒരുപാട് ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. സോ ദ ചൈൽഡ് മേക്സ് കോണ്ടാക്ട് വിത്ത് എക്സ്റ്റേണൽ വേൾഡ് അല്ലെ? പതുക്കെ പുറം ലോകവുമായി കുട്ടി ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്യുകയും ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ ഇത്ര നേരം പറയുന്നത് വെച്ചാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ട് കുട്ടികളുടെ അല്ലെങ്കിൽ അവസ്ഥ പറഞ്ഞു. പിന്നീട് അഡോളസൻസിന്റെ പ്രത്യേകം ഒന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. ഇൻഫാൻസി ടു അഡോളസൻസ്. അഡോളസൻസ് വരെ മാത്രമേ ഇതിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. അതിന് മേലേക്ക് പറയുന്നില്ല.
എന്തുകൊണ്ടായിരിക്കും അഡോളസൻസ് വരെ മാത്രം ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ പറയാനുള്ള കാരണം? അതിനുശേഷം ഡെവലപ്മെന്റ് ഇല്ലാണ്ട് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇല്ലേ? അറിയില്ല. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, നിങ്ങൾക്ക് അഡോളസൻസ് വരെയുള്ള കുട്ടികളാണ് ഡീൽ ചെയ്യേണ്ടത്. നിങ്ങൾ BEd അല്ലേ, അപ്പം അവരെ കുറിച്ച് പഠിച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ മനസ്സിലായി. DLEd ആണെങ്കിൽ ചൈൽഡ് സൈക്കോളജി മാത്രം പഠിക്കുള്ളൂ, അഡോളസൻസിന് കൊണ്ടുപോയില്ല. ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, ബോയ്ഹുഡ്, അതിൽ ആ ഒരു ബോയ്ഹുഡ് അല്ലെങ്കിൽ ഒരു പിന്നെ 10 അഡോളസൻസിന്റെ തൊട്ട് മുമ്പുള്ള പ്രീ അഡോളസൻസ് വരെയൊക്കെ നോക്കും. അതിനപ്പുറത്തേക്ക് പിന്നെ ഡീൽ ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈസ് ഈക്വൽ ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്താണ് കൊഗ്നിഷൻ എന്ന് പറഞ്ഞാല്, അഥവാ ഇതിൽ രണ്ടാമത്തെ പോയിന്റ് പറയണ്ടേ, എബിലിറ്റി ടു അറ്റൻഡ്, ടു പെർസീവ്, ടു ഡിസ്കവർ, ടു റെക്കഗ്നൈസ്, ടു ഡിസ്റ്റിംഗ്വിഷ്, ടു അണ്ടർസ്റ്റാൻഡ്, ടു ക്രിട്ടിസൈസ്, ടു അനലൈസ്, അങ്ങനെ കുറെ പോകും. പല സ്കില്ലുകളുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് ഒരു കുട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, കൊഗ്നിഷന്റെ ഭാഗമാണ്, അഥവാ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് കുട്ടികളുടെ ഇപ്പൊ ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സിൽ എന്താ കൊടുക്കാൻ പറ്റുക? കുട്ടികളുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബൂസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ക്ലാസ്സിൽ എന്താ കൊടുക്കാൻ പറ്റുക? ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി പറയാൻ പറ്റുമോ? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ എന്ത് കൊടുക്കാൻ പറ്റും? പസിൽസ്. ആ, പസിൽസ് നല്ലൊരു ഓപ്ഷൻ ആണ്. വേറെണ്ടോ? പിന്നെ ഗെയിംസ് ഇല്ലേ, നമ്മൾ കുറച്ചുകൂടി ചിന്തിച്ച് കളിക്കേണ്ട ഗെയിംസുകളൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെ റീസണിങ്ങിന് വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അവർക്ക് പ്രോബ്ലം സോൾവിങ്, റീസണിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ന്യൂട്രീഷണൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. ന്യൂട്രീഷൻസ് ഈ സമയത്ത് കിട്ടുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ സമയത്തല്ല, ചെറുപ്പം മുതലേ ന്യൂട്രീഷൻസ് കൃത്യമായി നോക്കണം. ദെൻ ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് കുട്ടിക്ക് വേണം. ഇമോഷണൽ മെച്യൂരിറ്റി എന്നൊക്കെ പറയും. അഥവാ കുട്ടിക്ക് തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇത് സ്റ്റുഡൻസിലോ നമ്മുടെ മക്കളിലോ ഒക്കെ പറ്റും. ഇമോഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്രീഷൻസ് ബാലൻസ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? ന്യൂട്രീഷൻസ് എങ്ങനെ കിട്ടുക? ഫുഡിലൂടെ. ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുക. ബാലൻസ്ഡ് ഡയറ്റ്, അതതിന്റെ ആൻസർ കേട്ടോ. ഒരേ ഫുഡ് ഒരുപാട് കൊടുക്കുക എന്നുള്ളതല്ല, പല ഫുഡുകൾ അതിന്റെ മിനിമം ക്വാണ്ടിറ്റിയിലെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. അല്ലേ? അല്ലെങ്കിൽ പറയട്ടോ, തിരുത്തണേ. അല്ലെങ്കിൽ സറി, ബാലൻസ്ഡ് ഡയറ്റ് പറയുന്നത് സമീകൃതാഹാരാണോ സമ്പൂർണ്ണാഹാരാണോ? സുബ്ഹാനല്ലാഹ്, ആരെയും മലയാളം കൊണ്ടൊക്കെ വരുന്നത്? സമീകൃതാഹാരം. ആരെയാ തമ്മിൽ ഡിഫറൻസ് എന്താ പറഞ്ഞു തരുമോ? സമ്പൂർണ്ണാഹാരം പറഞ്ഞാൽ അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. സമീകൃതം പറഞ്ഞാൽ ഓരോന്നും എത്ര അളവിൽ വേണ്ടോ അതിനനുസരിച്ചിട്ടുള്ളത്. അങ്ങനെയാണല്ലേ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. റൈറ്റ് എമൗണ്ട് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ്. മതി, അത് നമ്മുടെ ടോപ്പിക് തന്നെ അല്ല, നിർത്ത്. ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ കുട്ടികൾക്ക് എന്താ കൊടുക്കാന്ന് പറഞ്ഞേ? കഥ, കവിത. ഓക്കെ, നല്ല ഇമോഷണൽ ബാലൻസുള്ള സ്റ്റോറീസ് കൊടുക്കാം, അതിനുള്ള മോറൽസ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളല്ലേ ഇത് ബാലൻസ് ചെയ്യാന് നമുക്ക് ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇമോഷൻസ് മീൻസ് സങ്കടം കൂടുക, ദേഷ്യം കൂടുക, അതല്ലെങ്കിൽ പിന്നെ ഫ്രസ്ട്രേഷൻ, അങ്ങനെയുള്ള ഇമോഷൻസ് കൺട്രോൾഡ് അല്ല, ബാലൻസ്ഡ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, അവര് ഇമോഷണലി അൺസ്റ്റേബിൾ ആകുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. ദേഷ്യം വന്നുകൊണ്ടൊക്കെ ഒരാൾ ഭയങ്കര ദേഷ്യത്തിലാണ്, ആ സമയത്ത് അവനോട് അത് കൺട്രോൾ ചെയ്യാനുള്ള വകുപ്പ് പറഞ്ഞു വെക്കരുത്. അതല്ലാ സമയത്ത് ഇപ്പൊ ഒരു കുട്ടി പാരന്റ്സ് ഒക്കെ കേട്ടോ കേട്ടോ, ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു കുട്ടി ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്, റൈറ്റ്? ആ ദേഷ്യം അവനെ കുറച്ച് കൊണ്ടിരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ
ആ ഇൻസിഡന്റിനെ എന്ത് ചെയ്യാറോ അവന് ആ ഒരു ദേഷ്യമൊക്കെ മാറി, ദേഷ്യം മാറി നോർമൽ ആവും. നോർമൽ ആകുന്ന സമയത്ത് ഈ വ്യക്തിനെ വിളിച്ചിട്ട് ആ പഴയ ഇൻസിഡന്റിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറയാം. അഥവാ നമ്മൾ സംസാരത്തിലൂടെ റീക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിങ്ങനെ കടന്നു വീഴുന്നു, അപ്പൊ ഞാൻ ഫുഡ് ചോദിച്ചു, ഫുഡ് തന്നില്ല, എനിക്ക് ദേഷ്യം വന്നു, അങ്ങനെ ആട്ടെ ഇങ്ങനെ ആട്ടെ, അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറയാം. എന്നിട്ട് അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുക. ആ ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, അപ്പൊ അവിടെ തെറ്റി, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പിന്നെ ഫുഡ് കഴിക്കാതെ വന്നു, അല്ലെ, ഉമ്മാനോടത്ത് അല്ലെങ്കിൽ മദറോട് തെറ്റി, പിന്നെ ഫുഡ് കഴിച്ചില്ല, അങ്ങനെ. അപ്പൊ എന്നിട്ട് ചോദിക്കുക അതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാ, അഥവാ എന്നിട്ട് ആർക്കാണ് നഷ്ടം വന്നത്. തീർച്ചയായിട്ടും നഷ്ടം വന്നത് കൂടുതലായിട്ട് ഇമോഷൻസ് കൂടിയ ആൾക്കായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പറയിപ്പിച്ചിട്ട് പിന്നെ ആ കുട്ടിനെ കൊണ്ട് പറയിപ്പിക്കുന്ന വെച്ചാല് അവിടെ നീ ആ ഇമോഷൻ ഔട്ട്ബേസ്റ്റ് ഇല്ലാതെ, അഥവാ ഭയങ്കരമായ ദേഷ്യം കാണിക്കാതെ അത് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നുവെങ്കിൽ, അഥവാ അത്ര ഷൗട്ട് ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ, നീ അപ്പോ നിന്റെ മദറിനോട് തെറ്റാതിരുന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഓക്കെ, ആ ഇൻസിഡന്റ് എന്ത് ചെയ്യാ, അവൻ അവിടെ അടുക്കളയിലേക്ക് വരുന്നു, അവന് പെട്ടെന്ന് മദറിനെ വിളിച്ചു, ഫുഡ് കിട്ടിയില്ല, അപ്പൊ ആദ്യം ദേഷ്യം ഒന്ന് ആകെ അലമ്പാക്കി തെറ്റിപ്പോയി. എന്നാൽ അവിടെ അലമ്പാക്കണില്ല, നീ ഒന്ന് ക്ഷമിച്ചു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാം ഡൗൺ ചെയ്തിട്ട് മദർ വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്തു, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. മദർ ബാത്റൂമിലോ എവിടെ പോയിക്കാണ്, അവിടെ എത്തോളം 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പിന്നെ സംഭവിക്കുന്നതും തമ്മിലൊന്ന് 2 ഇൻസിഡന്റ് ഒന്നും പറയാം. അപ്പൊ കുട്ടിക്ക് ഇത് മനസ്സിലാവും, ഞാൻ ഇമോഷണൽ ആയതുകൊണ്ട്, ആംഗ്രി ആയതുകൊണ്ട് എനിക്ക് ഫുഡ് നഷ്ടമായി, സന്തോഷം നഷ്ടമായി, അല്ലെങ്കിൽ അവിടെ പലതും നഷ്ടമായി. എന്നാൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? ഫുഡ് കിട്ടി, സന്തോഷം കിട്ടി, സ്നേഹം കിട്ടി. ഇത്തരത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അവരെ ആ ഒരു റീക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് റീറൂട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ പറഞ്ഞുകൊണ്ട് ചെറിയ ടിപ്സ് കൊടുക്കാറുണ്ട് സാധാരണ, അല്ലെ. ഇമോഷണലി നമ്മൾ ഭയങ്കരമായി ദേഷ്യം വന്നാൽ ചെയ്യാവുന്നൊരു 2-3 കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? ഇത് കുറെ സ്പീച്ചിലും നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ദേഷ്യം വരുമ്പോഴാണ് വളരെ ദേഷ്യം വന്ന് അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന ഇരിക്കുമ്പത്തിന് കഴിയോ? പോവോ ദേഷ്യം പോവോ? കുറച്ച് പിന്നെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കിടക്കുക. അപ്പൊ കിടക്കുകയാണെങ്കിലോ? ഓക്കെ, ആരോടും ഒന്നും പ്രത്യേകിച്ച് ആ ഇമോഷന്റെ പുറത്തൊന്നും സംസാരിക്കാതെ ഒന്ന് വിട്ടുമാറി നിൽക്കാം. ഈ ബുദ്ധി അപ്പൊ ഉണ്ടാവില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് ഡാമേജ് ആവില്ല. ആ ബുദ്ധി ഉണ്ടായാൽ മതി. അതൊക്കെ ഇപ്പോഴല്ലേ പറയണേ. ഇപ്പൊ ഞാൻ എന്റെ തന്നെ പറഞ്ഞേ, എനിക്ക് എന്നോട് ദേഷ്യം വന്ന് നോക്കണ്ടേ? ഈ എന്താ ഏതാന്നുള്ള തെറി പറഞ്ഞു പോവും. ആഫ്റ്റർ ഇഫക്ട്സ് ഒന്നും ചിന്തിക്കരുത്. ഞാൻ ചിന്തിക്കാനേ പോയില്ല. ഈ പറഞ്ഞ പോലെ ചേഞ്ച് ദ പൊസിഷൻ എന്നുള്ളത് പറ്റും. നമ്മൾ സാധാരണ പറഞ്ഞാറില്ല വെച്ചാല് ഐ വിൽ സേ വാട്ട് ഐ തിങ്ക് ബട്ട് ആഫ്റ്റർ 2 മിനിറ്റ്സ്. ആ ദേഷ്യം സമയത്ത് ആ വ്യക്തിക്ക് സ്വയം പറയാൻ കഴിയണം. എന്താ പറയുക, ഞാൻ എന്റെ വായിൽ ഒരു തെറിയും അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതൊക്കെ ചെയ്യും. എപ്പോഴറിയോ? 2 മിനിറ്റ് കഴിഞ്ഞിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് എന്താ കേട്ടോ എന്ന് പറയാം. ആ 2 മിനിറ്റ് സമയം എന്ത് ചെയ്യാം, അവിടുന്ന് ആ വ്യക്തിൻ്റെ മാറിക്കാൻ പറയാം. ജസ്റ്റ് ലീവ് ദ സിറ്റുവേഷൻ. അഥവാ റൂമിലാണെങ്കിൽ ജസ്റ്റ് അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വന്നിട്ട് അടുക്കള ഞാൻ തരാം. എന്ത് സംഭവിക്കാം? ദേഷ്യമൊക്കെ മാറും. ആ ഒരു അജിറ്റേഷൻ കുറയും അല്ലെ. മുസ്ലിംസ് ആണെങ്കിൽ അതിനുള്ള തെറപ്പി എന്താ? സൂറത്ത് ഓതുക, അല്ലെങ്കിൽ ഒന്നു എടുത്താൽ മതി. ഒന്നു എടുത്താൽ മതി. അത് ആ കഴിയുമ്പോഴേക്ക് തീരും. ഓക്കെ, അപ്പൊ നമ്മൾ വെച്ചാലേ നമ്മള് ഈ ഒരു തിയറി പഠിക്കണത് അല്ലെങ്കിൽ ഇത്തരം പോയിന്റ്സ് പഠിക്കണത് എന്ന് വെച്ചാല്, ഒന്ന് നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാൻ. 2 നമ്മുടെ ഫാമിലി, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺസിലേക്ക് അപ്ലൈ ചെയ്യാം. 3 നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, സ്റ്റുഡൻസിന് ഇത് കൊടുക്കണം. പാരന്റ്സ് ഇങ്ങനെ മീറ്റിംഗ് പറയും, ടീച്ചറെ ഒരു ഭയങ്കര ദേഷ്യമാണ്, ടീച്ചറെ അവൻ പറഞ്ഞ കേൾക്കണില്ല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പലതും പറയും. സോ സമയത്ത് വി ഷുഡ് ഹാവ് ആൻ ആൻസർ, അല്ലെ. വി ഷുഡ് ഹാവ് എ സൊല്യൂഷൻ. നമ്മളടുത്ത് ആ പാരന്റ്സ് ആ ഒരു സങ്കടം പറയണ എന്തുകൊണ്ടിരിക്കും? നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കും എന്നുള്ളതുകൊണ്ടല്ലേ. യെസ്, അപ്പൊ അതിന് പറ്റണം. ഓക്കെ, ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. സോ ഒരു കുട്ടിക്ക് സോഷ്യൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാവുന്ന സോഷ്യൽ ഫാക്ടേഴ്സിലൂടെ ഇന്റലിജൻസ് വളരും,
ഇമോഷണലി ആൻഡ് ന്യൂട്രീഷണലി. ഇതൊക്കെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഇന്റലിജൻസിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. Then the mental power of the newborn infants are immature. അല്ലെ, നമുക്കറിയാം മെന്റൽ പവർ ആ കുട്ടികൾക്ക് മെച്യൂരിറ്റി വളരെ കുറവാണ്. നമ്മൾ ചിലപ്പോൾ വെറുത്ത് ജസ്റ്റ് ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഇന്ന് ചെയ്യുമ്പോൾ കുട്ടി കരയും, അല്ലെങ്കിൽ കരയ്ക്കാൻ വേണ്ടി കുട്ടി ചെയ്യുമ്പോൾ കുട്ടി ചിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ദെൻ മെന്റൽ പവേഴ്സ് ഓഫ് ഇൻഫൻസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്മച്യൂർ ആണ്. അത് മാത്രമല്ല മെന്റൽ പവർ ഓഫ് ഇൻഫൻസ് ഡ്യൂ ടു ഹെറിഡിറ്ററി ഡിഫറൻസസ്. ഹെറിഡിറ്ററിലി അഥവാ നമുക്ക് നമ്മുടെ മെന്റൽ പവർ എന്ന് പറയുന്നത് ഹെറിഡിറ്ററിലി നമുക്ക് ഡിഫറൻസസ് ഉണ്ടാവും എന്ന് പറയണേ. ദാറ്റ് മീൻസ് നമുക്കല്ലേ ജീന് വഴി നമുക്ക് കൈമാറ്റം വന്ന് കിട്ടുന്നതനുസരിച്ച് അതിൽ ഡിഫറൻസസ് ഉണ്ടാകും. ദെൻ ഇൻഫൻസ് ഫസ്റ്റ് ഇന്റലക്ച്വൽ റെസ്പോൺസ് ഈസ് സ്റ്റിമുലി ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ഇപ്പൊ ഇൻഫന്റിന്റെ ഫസ്റ്റ് ഇന്റലക്ച്വൽ റെസ്പോൺസ്, ഒരു ചെറിയ കുട്ടി ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന എപ്പോഴും വെച്ചാല് ദാറ്റ് ഈസ് സ്റ്റിമുലി ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു സ്റ്റിമുലസ്, ഒരു എന്താ പറയാ, ഒരു ആക്ഷനോ എന്തെങ്കിലും കാണുമ്പോഴാണ് അല്ലെ. ചെറിയ മക്കൾ ചിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ എന്ത് ചെയ്യും, അവരെ മുഖത്തിങ്ങനെ ആക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കളിപ്പിക്കും, നമ്മളിങ്ങനെ തല കുലുക്കി ചിരിച്ചു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇമാജിനേഷൻ ഇൻക്രീസസ് ബൈ ദ ഏജ് ഓഫ് 3 എന്ന് പറയണേ. 3 വയസ്സാകുമ്പോഴാണ് ഇത്ര കുട്ടികളുടെ ഒരു ഇമാജിനേഷൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യുള്ളൂ. അതുവരെ അവർക്ക് മുന്നിൽ കണ്ടത് മാത്രമാണ് ആക്ച്വലി ശരി. അങ്ങനെ ഒരു സ്റ്റേജിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടണോ? അവർ കണ്ടത് മാത്രം വിശ്വസിക്കുള്ളൂ എന്നൊക്കെ കേട്ടണോ? നമ്മൾ ചെറിയ മക്കളാകുമ്പോഴേ അവരെന്തെങ്കിലും ഒരു സാധനത്തിൽ വികൃതി കാണിച്ചാല് ജസ്റ്റ് ആ ശ്രദ്ധ മാറുമ്പോൾ അത് അവിടെ നിന്ന് എടുത്തുവെച്ചാൽ എന്ത് സംഭവിക്കുക? അവരുടെ റീച്ചിന്ന് മാറ്റി വെച്ചാൽ എന്ത് സംഭവിക്കും? ആള് പെട്ടെന്ന് മറക്കും അല്ലെ. കാണുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അവരെ അഫക്ട് ചെയ്യാം. ദെൻ മദർ ടങ് ഹെൽപ്സ് ടു ഫാസ്റ്റർ ഇന്റലക്ച്വൽ ഗ്രോത്ത്. ഈ കുട്ടികളുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് മദർ ടങ്ങിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. ഓക്കെ, അവരുടെ മാതൃഭാഷ. അതുകൊണ്ടാണ് LP ഈ പ്രൈമറി തലത്തിലൊക്കെ മദർ ടങ് മാത്രം പഠിപ്പിക്കണം, അല്ലെങ്കിൽ മദർ ടങ്ങിൽ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ അതിനകത്ത് ഒരു പുതിയ റൂളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. സ്കൂളിൽ LP സ്കൂളിൽ ഒരു പുതിയ റൂൾ വന്നിട്ടില്ലേ, കേട്ടിട്ടില്ലേ? മാതൃഭാഷ നിർബന്ധമാക്കിക്കൊണ്ടുള്ള 3ാം ക്ലാസ് വരെ തോന്നുന്നുണ്ട്, മാതൃഭാഷ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു നിയമമൊക്കെ വന്നിട്ടുണ്ട്. Then Jean Piaget എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ചൈൽഡ്സ് കോഗ്നിറ്റീവ് പ്രോസസ് ഡിഫറെന്റ് ഫ്രം അഡൾട്ട്സ്. അഥവാ ജീൻ പിയാഷെ തിയറിക്ക് പഠിക്കാനുണ്ട്, ഇനി ഇവിടെ ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. പിയാഷെ പറയുന്നത് കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും മുതിർന്നവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട് എന്ന് പിയാഷെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. ഫ്രം ഇൻഫാൻസി ടു അഡോളസൻസ് ആണ്. ഓക്കെ, സോഷ്യൽ ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഗ്രാജുവലി. പതുക്കെ വരുന്ന ഒന്നാണ് സോഷ്യൽ ഡെവലപ്മെന്റ്. സോ ഇറ്റ് മസ്റ്റ് ബി ലേൺഡ്, നോട്ട് ഇന്നേറ്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിന്റെ സാമൂഹികമായ ബന്ധം അല്ലെങ്കിൽ സാമൂഹികമായ ഒരു ക്വാളിറ്റി, അത് ആ കുട്ടിയിൽ ഇന്നേറ്റ് ആയി ഉണ്ടാകണതല്ല, മറ്റുള്ളവരുമായി ഇടപഴകി ഉണ്ടാക്കേണ്ടതാണ്. അഥവാ നമ്മുടെ കുട്ടി ജീവിക്കുന്ന ചുറ്റുപാട്, സൊസൈറ്റി, that is very important and that is very crucial to the students, to the children. ഈ കുട്ടികൾക്ക് നമ്മുടെ ചുറ്റുപാട് ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആണ്. ചുറ്റുപാടുള്ള കൾച്ചർ, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഇന്റലിജൻസ്, അവരുടെ ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്ന സമയത്തൊക്കെ ഐ ഫീലിംഗ് ഉണ്ടാവാന്നാണ്. അഥവാ എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, അറ്റ് ബർത്ത് ഐ ഫീലിംഗ് ഉണ്ടാവുക. അലോൺ അപ്പിയേഴ്സ് ടു ബി ഡോമിനന്റ് അല്ലെ. ചെറിയ കുട്ടികളെ ഇന്റെ ഒരു സാധനം ഞാൻ വേറൊരാൾക്ക് കൊടുക്കൂല. ഈ 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് വരെയൊക്കെയുള്ള സമയത്ത് അവരുടെ സാധനം വേറെ ആരെടുത്താൽ അവർക്ക് അറിയും, അല്ലെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യാത്തൊരു സമയമുണ്ട് അല്ലേ ഉമ്മ? എന്റെ മോനൊക്കെ എന്റെ മോന് 2 വയസ്സ് ഇങ്ങനെ തികയാൻ നിൽക്കണം അടുത്ത വീക്കൊക്കെ. സോ അവരൊക്കെ വെച്ചാല് അവന്റെ ഇപ്പം ഇന്നും കൂടി ഇത് പറഞ്ഞിട്ടുള്ളൂ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്റെ മദറിനേറ്റ് ഹോസ്പിറ്റലിൽ പോകണം. അപ്പം സിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടാരോ, അവന് കുളിക്കുന്ന ഒരു കോപ്പ് എടുത്തിട്ടുണ്ട്.
അത് കണ്ടപ്പോൾ അവന് ഭയങ്കര പ്രശ്നം. അപ്പൊ അത് തിരിച്ചു വെച്ചിട്ട് മാത്രം കരച്ചു നിർത്തി. പിന്നെ അവന്റെ വണ്ടി, അവന്റെ ഡ്രസ്സ്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അവരുടേത് അവർക്ക് മാത്രം, വേറെ ഒരാൾക്കും കൊടുക്കൂല, കളിക്കാൻ കൊടുക്കാത്തൊരു സമയമുണ്ട്. അവർ 2 വയസ്സ് വരെയൊക്കെയുള്ള സമയമാണ് ആക്ച്വലി അവർ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും, അവരിത് മാറും. സോ ഐ ഫീലിംഗ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവാന്നാ പറയണേ. പിന്നെ ചില ആളുകൾക്ക് ഇത് മാറൂല, ജീവിതകാലം മുഴുവൻ ഐ ഫീലിംഗ് ആയല്ലേ. സെൽഫിഷ് എന്നൊക്കെ പറയില്ലേ നമ്മള്, സ്വന്തം കാര്യം. ഞാൻ കുറച്ച് സെൽഫിഷ് ആണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ചില കാര്യങ്ങൾ സെൽഫിഷ് ഒന്നുമല്ല. ചില ആളുകളുണ്ടല്ലോ ഭയങ്കര ജനറസ് ആയിരിക്കും. സ്വന്തം കാര്യം ഒന്നും നടന്നില്ലെങ്കിലും ബാക്കിയുള്ളത് ഫുള്ള് നടത്തും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന് പിന്നെ ഇപ്പൊ നമ്മള് പൈസ കടം ചോദിച്ചാല് അവന് കടം വാങ്ങിയാണ് ചിലപ്പോ അന്നത്തെ സാധനം വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും നമ്മൾ ചോദിക്കണം, എടാ ഒരു 5000 രൂപ തരുമോ വെച്ചാല് ഓൻ തരും. കാരണം അവൻ വേറെ ആരെങ്കിലും വാങ്ങിയിട്ടെങ്കിലും തരും. അങ്ങനെ ഭയങ്കര സോഷ്യലായ ആൾക്കാരുണ്ട് അല്ലെ. ചില ആൾക്കാർ ഇനിയിപ്പോ 10 ലക്ഷം ഉണ്ടെങ്കിലും എടാ 5 പൈസ വകല്ല, കയ്യിൽ പൈസ ഇല്ല എന്നും പറയും. അപ്പൊ അവരുടെ ആ ഒരു കുട്ടിത്തം മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏത് 2 വയസ്സിന് മുമ്പുള്ള കുട്ടിത്തം. സോ അബൌട്ട് 4 weeks the infant stares at faces അല്ലെ. 4 ആഴ്ച ആ സമയത്തൊക്കെ ജനിച്ച് ആദ്യത്തെ ആഴ്ചകളൊക്കെ അവരിങ്ങനെ മുഖത്ത് നോക്കും. എന്താടാ നോക്കണേ, വിശക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് ഗസ് ചെയ്തൊക്കെ പറയില്ലേ. അപ്പൊ ആ കുട്ടി നോക്കിയത് ഇങ്ങനെയാണ്, ചിരിച്ചത് അതിനാണ്. പിന്നെ അങ്ങനെ ഒരുപാട് അതില് എന്താ പറയാ പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് ആ ഒരു സമയത്ത്. ആ കുട്ടിയല്ല, ആ കുട്ടിന്റെ അപ്പിയറൻസിലും അല്ലെങ്കിൽ മൂവ്മെന്റിലും ചുറ്റുമുള്ള ആളുകൾക്ക് ഒരുപാട് പലതും പറയുന്ന ഒരു സമയമൊക്കെയാണ്. സോ the first significant attachment behavior of the infant is recognition of its mother. കുട്ടിന്റെ ആദ്യത്തെ ബുദ്ധിപൂർവ്വമുള്ള നീക്കം എന്താണെന്നറിയോ? എന്താ പറഞ്ഞേ? റെക്കഗ്നീഷൻ ഓഫ് മദർ ആണ്. മദറിനെ തിരിച്ചറിയാന്നുള്ളതാണ്. നിങ്ങളെ കുട്ടികളൊക്കെ, ഇതിൽ കുട്ടിയുള്ള ആളുകള് അവര് മദറിനെയാണോ ഫാദറിനെ ഫസ്റ്റ് തിരിച്ചറിഞ്ഞേ? ഓഫ് കോഴ്സ് മദർ. ഓഫ് കോഴ്സ് മദർ അല്ലെ. മദേഴ്സിനെ ഒരു പെട്ടെന്ന് തിരിച്ചാല് അവരുടെ പ്രസൻസ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ മൂവ്മെന്റ് അല്ലെ, അവരുടെ സൗണ്ട്, അതൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഈ ഫാദേഴ്സിനെ കുറച്ച് സമയം എടുക്കും. പണ്ട് എൻ്റെ ഒരു BEd മേറ്റ് ഉണ്ട്, ഞാനിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല സർ. ഇല്ല, ഞങ്ങള് വൈകുന്നേരം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഞ്ചേരി ടൗൺ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പം കുറച്ച് കഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ മാറി നിന്ന് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാല് കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ സംസാരിക്കാം. അവിടെ ഒരു താത്തിയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയാണ് ഇതേപോലെയുള്ള. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ചെന്ന് ഇരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി അവനങ്ങ് നോക്കുന്നുണ്ട്, ഇന്നല്ല കേട്ടോ, ഇന്നല്ല, പ്രത്യേകം നോട്ട് ചെയ്യണം, അവനങ്ങ് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവിക കുട്ടികളല്ലേ, നോക്കുമ്പോൾ ചിരിക്കും, ചിരിച്ചെടുത്ത് കുട്ടി നേരെ ചൂണ്ടിട്ടേ മിച്ചി ചെയ്യാന്ന്. മിച്ചില്ല പറഞ്ഞിട്ട് ഓനെ ചൂട്ടി കാട്ടി. അതായത് ഞാനോരെ മുഖത്ത് നോക്കി. ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചില്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ എന്താ സംഭവം ചോദിച്ചു. ഹലോ പറഞ്ഞു, പോരാ ഇനി ഇവിടെ എന്താ ശരിയാവില്ല, പോവാ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ പോയി. ശരിക്കും അവിടെ എന്താ സംഭവിച്ച്? ഇതുണ്ടായ സംഭവം കേട്ടോ. മഞ്ചേരി ബൈപ്പാസ് റോഡ് അറിയില്ല എന്ന്. ഓനെ വിശ്വസിക്ക്, ആൾ ഡീസന്റ് ആണ്. അപ്പൊ കുട്ടീന്റെ ഉപ്പാന്റെ മുഖച്ഛായ പോലുള്ള ആ കുട്ടിന്റെ ഉപ്പാന്റെ പോലുള്ള ഒരാളാണ് തോന്നിക്കാണ്. അഥവാ ഒരാണിനെ കണ്ടപ്പോ കുട്ടിക്ക് എന്ത് തോന്നി? ഉപ്പയാണ് തോന്നി. അപ്പം അന്ന് ഞങ്ങൾ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ഓൾറെഡി സൈക്കോളജി BEd പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ BEd മേറ്റാ. അപ്പം അങ്ങനെയാണ് കാര്യം എന്ന് പറയാ. കുട്ടികൾക്ക് എന്ത് ചെയ്യും അല്ലെ, അങ്ങനെ ഫീൽ ചെയ്യും. ഇത് ഗ്രാജുവലി ആ ഐ ഫീലിംഗ് എന്ന് സോഷ്യൽ ഇന്ററാക്ഷനിലേക്ക് അവർ പോകും അല്ലെ. ഗ്രാജുവലി സോഷ്യൽ ഇന്ററാക്ഷൻ വൈഡൻസ് ആൻഡ് ദ വി ഫീലിംഗ് എമേർജസ്. ഞാൻ എന്നതിൽ നിന്ന് മാറി വി എന്ന് പറഞ്ഞാൽ എന്താ? വീന്റെ അർത്ഥം എന്താ? ഞാൻ ആരെങ്കിലും ഞങ്ങൾ എന്ന് പറയണ നോക്കട്ടെ ചോദിച്ചതാ. അല്ല, വീന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടല്ല. ശരിക്കും അല്ലെ, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് പോകും. അങ്ങനെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവണേ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാലേ,
നമ്മളെ വീട്ടിൽ 2 കുട്ടികളുണ്ടാവും. രണ്ടാൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ബ്രദേഴ്സിന്റെ ഇപ്പൊ ഇവിടെ ഉണ്ട്, എന്റെ ബ്രദറിനും എനിക്കും ഒരേ പ്രായത്തിൽ ഏകദേശം ഒരു മാസം ഡിഫറൻസിൽ 2 ആളുകളുണ്ട്. പ്രശ്നം എന്ന് വെച്ചാല് ഒരാളത് മറ്റേയാൾക്ക് കൊടുക്കൂല, മറ്റേ ആളത് ഇവനും കൊടുക്കൂല. അപ്പോ എന്റെ വീട്ടിൽ വന്നാല് ഓന് ഇവന്റെതൊക്കെ ഇട്ട് കളിക്കണം, പക്ഷെ ഇവൻ കൊടുക്കൂല. ഇവൻ അങ്ങോട്ട് പോയാല് അവിടെ ഓൻ രാജാവാണ്, ഓൻ്റെത് ഇവന് കൊടുക്കൂല. അപ്പൊ നമ്മളെന്ത് വിചാരിക്കാം, ഓ ഭയങ്കര കുയിന്താണ്, അല്ലെങ്കിൽ കുട്ടി എന്താ ഇങ്ങനെ മറ്റേ കുട്ടികൾക്ക് കൊടുക്കണ്ടേ, നമ്മൾ കുറ്റമൊക്കെ പറയും. ശരിക്കും സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്, ഇനി നിങ്ങളുടെ കുട്ടി 2 വയസ്സ് വരെ, നിങ്ങളുടെ കുട്ടി 2 വയസ്സ് വരെ, നിങ്ങളുടെ 2 3 വയസ്സ് വരെയൊക്കെ അവന്റെ ഒരു കളിപ്പാട്ട് ഒരാൾക്കും കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? അവൻ ഐ വേൾഡിലാണ്. അവൻ ഐ ഫീലിംഗിലാണ്, ഐ വേൾഡിലാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറും അല്ലെ? സോഷ്യൽ വി ഫീലിംഗിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. അത് അവന്റെ പ്രായത്തിന്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, പറഞ്ഞു കൊടുക്കും വേണം. അപ്പോഴൊക്കെയാണ് നാത്തൂമാരുണ്ടാവുക, അല്ലെങ്കിൽ എന്റെ കുട്ടി അങ്ങനെ തന്നെയാണ്, ഒരു സാധനം 5 കുട്ടി കളിച്ചാൻ തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തമ്മിൽ വേറെ ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കുക? മാതാപിതാക്കൾ ഇടപെടും. നമ്മൾ ചൈൽഡിഷാവാതിരിക്കാം. കുട്ടികളുടെ പ്രശ്നം വലിയവർ തമ്മിലുള്ള പ്രശ്നം. അപ്പൊ നമ്മൾ എന്നുള്ളത് ഞങ്ങളാവും അല്ലെ? അതെ, കുട്ടികളാണ് എല്ലാത്തിനും കാരണം. അതെ അതെ. എന്നിട്ട് 5 കഴിഞ്ഞാൽ ഓലുണ്ടാവുന്ന കാണാം അപ്പുറത്ത് ഒരു വണ്ടി പോണേ, നമ്മൾ ഓട്ടന്മാരുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ ഐ ഫീലിംഗ് വി ഫീലിംഗിലേക്ക് കുട്ടികൾ എത്തും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, റൈറ്റ്? ഇനി അതിൽ പ്രീ ഗ്യാങ് സ്റ്റേജും ഗ്യാങ് സ്റ്റേജ് എന്ന് പറഞ്ഞ 2 സ്റ്റേജിനെ പറയുന്നുണ്ട്. ഓക്കെ, പ്രീ ഗ്യാങ് സ്റ്റേജ് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ദ ഏർലി പ്ലേ ആക്ടിവിറ്റീസ് ആണ്. സോളിറ്ററി പ്ലേ ആണ് ആ സമയത്ത് ഉണ്ടാവുക. കുട്ടികളുടെ ടിൽ 2 ഇയേഴ്സ്, 2 വയസ്സ് വരെ കുട്ടിക്ക് സ്വന്തം ഒരു സാധനം കിട്ടണം, അതുകൊണ്ട് ഇങ്ങനെ കളിക്കണം എന്നുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, ആ സമയത്തൊക്കെ ഐ ഫീലിംഗിന്റെ ഒരു സമയം കൂടിയാണ്. ഒരു പ്രീ ഗ്യാങ് സ്റ്റേജ് ആണ് അത്. 2 വയസ്സ് വരെ കുട്ടി സ്വന്തം കളിപ്പാട്ടം കൊണ്ട്, ടോയ്സ് കൊണ്ട് സ്വന്തമേ കളിക്കുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. 2 ഗ്യാങ് സ്റ്റേജ് ആണ്, ചൈൽഡ്ഹുഡിന്റെ ഒരു ഭാഗമാണ്. 2 വയസ്സ് കഴിഞ്ഞാൽ അല്ലെ, ആഫ്റ്റർ 2 ഇയേഴ്സ് ഒക്കെയാണ് അത് തുടങ്ങുക. ദ ചൈൽഡ് ഷോസ് എ ഡിസയർ ടു കോഓപ്പറേറ്റ് വിത്ത് അതേഴ്സ്. കുട്ടികൾ എന്ത് ചെയ്യും, 2 വയസ്സ് കഴിഞ്ഞ് നടക്കാനൊക്കെ ആയി, കുറച്ച് സംസാരിക്കാനൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ പോയിട്ട് കുട്ടികളെ വിളിച്ചു കൊടുത്തിട്ട് അവരെല്ലാരും കൂടി എന്ത് ചെയ്യും, കളിക്കും. അവിടെ ഇതുവരെ മദർ പറയും ഓന് കൂടി കൊടുക്കടാ, അല്ലെങ്കിൽ ഇവനും കൂടി കൊടുക്കടാ എന്ന് വി ഫീലിംഗ് ഉണ്ടായിരുന്ന മദർ അപ്പൊ നിലപാട് മാറ്റും. മദർ എന്താ ചെയ്യാ? എല്ലാം അങ്ങനെ കൊടുക്കരുതെന്ന് പറയും. ഈ കുട്ടി എന്ത് ചെയ്യും, അലോകത്തിലെ കുട്ടികളൊക്കെ വിളിച്ചു കൊടുത്തിട്ട് വാ കളിക്കാറുണ്ട്, ഇവന്റെ തെറ്റ് എല്ലാവരും കൂടെ കളിച്ചതൊക്കെ കേടരുതും. അപ്പൊ അമ്മമാരവിട്ട് പറയും അങ്ങനെ കൊടുക്കരുത് അല്ലെ, എല്ലാവർക്കും കൂടെ കളിച്ചാൽ വേഗം കേടരും അല്ലെ, ഉമ്മാനെ കുട്ടിനത് കേടന്ന പിന്നെ വാങ്ങിത്തരാൻ ഇപ്പച്ചി വാങ്ങിത്തരില്ല, ഇപ്പച്ചി ചീത്താറി അമ്മ ചളിയാവട്ടോ അങ്ങോട്ടാക്കോട്ടോ പറഞ്ഞിട്ട് ഈ കുട്ടിന്റെ മനസ്സിൽ എന്ത് കുത്തി വെക്കും? ഐ ഫീലിംഗ് പിന്നെ വീണ്ടും ഐ ഫീലിംഗ് കുത്തിവെക്കാൻ ശ്രമിക്കും. എന്റെ ചേച്ചിന്റെ മോനുണ്ട് സർ, അവൻ ആ സമയമായപ്പോ ഒരു കുറെ ആപ്പിളൊക്കെ വാങ്ങി തരൂലേ, അപ്പൊ കൊറേ കുട്ടികൾ കളിക്കാനുണ്ടാവും, അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. ഓനും കഴിക്കും, അതുപോലെ തന്നെ ഓരോന്നും എല്ലാവർക്കും കൊടുക്കും. നമ്മളാണെങ്കിൽ ചിലപ്പോ ആദ്യമായിട്ട് ആപ്പിൾ വാങ്ങിക്കായിരിക്കും, നല്ല രസമായിരിക്കും അങ്ങനെ ആയി കഴിഞ്ഞാൽ. സോ അതാ ഒരു സമയത്തിന്റെ ഒരു ഇതാണ്. സോ ആക്റ്റീവ് റോൾ ഇൻ ആക്സിലറേറ്റിംഗ് സോഷ്യൽ ഡെവലപ്മെന്റ്. കുട്ടിക്ക് ഇങ്ങനെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ കൂടെ കളിക്കുക എന്നൊക്കെയുള്ള ആ ഒരു വല്ലാത്ത ഒരു കോപ്പറേഷനും ഒരു കൊളാബറേഷനും എമേർജ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇവിടെ എന്ന് വെച്ചാല് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ദർ ഈസ് നോ സെക്സ് ഡിഫറൻസസ്. ആൺകുട്ടി പെൺകുട്ടി ഒന്നുമില്ല. 2 to 5 വയസ്സുള്ളിൽ വരുന്ന ഒരു സമയമായിട്ട് ഏകദേശം ഇത് വരാം അല്ലെ. ആൺകുട്ടി പെൺകുട്ടി ഒന്നുമില്ല, കുട്ടിയായ മതി ഓരോ കൂടെ കളിക്കും അല്ലേ? അതെ, ഓക്കെ, അവരങ്ങനെ ഒരു പ്രത്യേകതയെ കാണില്ല. ഓല മനസ്സിൽ അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല. ഒരു കളിക്കുക. അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും. അവിടെ നമ്മളെ ശരിക്കും സമയത്ത് ഇത് ആൺകുട്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറയണോ, അതല്ല പറയണ്ടേ? അത് മുതിർന്നവരാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത്,
ഇപ്പം എല്ലാവരും കളിക്കാണ്. അപ്പൊ അവര് കളിക്കുമ്പോ നീ ആൺകുട്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ നീ പെൺകുട്ടിയാണ് കേട്ടോ എന്ന് കുട്ടിയോട് പറയണോ പറയണ്ടേ? പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട ആവശ്യം. പിന്നെ എന്തെങ്കിലും പറയണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി, ഓക്കെ, ആ കുട്ടി ആൺകുട്ടികളുടെ പാൻസും ഷർട്ടും ഇടുന്നു, ആൺകുട്ടികളോട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ഒരു മരം കയറാൻ പോകുമ്പോ അതിന്റെ കൂടെ മരം കയറാൻ പോകുന്നു, അവര് പിന്നെ കളിക്കുന്ന ഗെയിം, ഓളെ ഫ്രണ്ട്സ് ഫുൾ ആൺകുട്ടികളാണ്, അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടാണ് പോണത് സങ്കല്പിക്കുക. 5 വയസ്സുള്ള പെൺകുട്ടി, നിങ്ങൾ ഇടപെടുവോ ഇടപെടാതിരിക്കുവോ? ഇടപെടും. എന്താ ഇടപെടണേ? ഇടപെടില്ല. ഇടപെട്ടാൽ എന്ത്, പെട്ടില്ലെങ്കിൽ എന്ത്? ഞാൻ ഇടപെടില്ല. ആരാ ഇടപെടാത്തത്? പേര് എന്താ? ഇടപെടാത്ത പേരെന്താ? ആതിര. അതെ, ആതിര കുട്ടികളില്ലല്ലോ? ഇല്ല. ഓക്കെ, ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തുവെച്ചോളൂ കേട്ടോ. എന്നിട്ട് ഹസ്ബൻഡ് കുട്ടികളെ കയറ്റി ഹസ്ബൻഡിനെ കേൾപ്പിച്ചോട്ടെ, ഞാൻ ഇടപെടൂലെന്ന്. ഞാൻ മോശമാക്കി പറഞ്ഞതല്ലേ, വെറുതെ തമാശക്ക് പറഞ്ഞാണ്. ഓക്കെ, വേറെ ബാക്കി എല്ലാരും ഇടപെടുവോ? ഇടപെടും. എന്തിനാ ഇടപെടണേ? ഗേൾസിൻ്റെതായിട്ടുള്ള ഒരു ഇതും ഇല്ല, ഫുൾ ബോയ്സിന്റെ മോഡലാണ് കളിയും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഉള്ളിലൊരു പേടി വരും. ബോയ്സിന്റെ കളി, ഗേൾസിന്റെ കളി, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അതെ, അങ്ങനെയല്ല, ഇപ്പോഴത്തെ സൊസൈറ്റിയില് ഈ ബോയ്സ് ഗേള് മാത്രല്ലല്ലോ ഉള്ളത്. അവരെ നമ്മള് ഒന്നും വേണ്ട, LGBT ഒന്നും വേണ്ട. നമ്മളിപ്പോ ജസ്റ്റ് ബോയ് ആൻഡ് ഗേൾ അത് മാത്രം. അഥവാ ഒരു പെൺകുട്ടി ആൺകുട്ടിന്റെ അതേ സ്റ്റൈലിൽ പോകുമ്പോ അതിനെ എതിർക്കുന്നുള്ളൂ. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സോ അല്ലെങ്കിൽ ഇപ്പത്തെ LGBTQ+ ഒന്നും അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അത് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനത്തെ പേടിയൊന്നുമില്ല, പേടില്ല. ഇല്ല. ഓക്കെ, ഇതില് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ആക്ച്വലി. അഥവാ ഈ പെൺകുട്ടി കൂടിയും ധൈര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് അങ്ങനത്തെ ചില ഓൾക്ക് ബൂസ്റ്റ് ചെയ്യും. എന്നാല് പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ആൺകുട്ടിയെ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ കുട്ടിക്കൊരു ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനോ സാധ്യത ഉണ്ട്. ഓക്കെ, അഥവാ നമ്മള് ലൈഫ് സ്റ്റൈലും നമ്മുടെ ഡ്രസ്സിങ്ങും എല്ലാം ആൺകുട്ടികളുടെ ആകുമ്പോൾ ഈ പെൺകുട്ടിയിൽ ഒരു ആൺകുട്ടിന്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ 100% അങ്ങനെ തന്നെയാണ് എന്നത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇടപെടണോ ഇടപെടണ്ടേ എന്നുള്ളത് ദാറ്റ് ഈസ് യുവർ ചോയ്സ്. പല മൂവീസിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അങ്ങനെ തിരിച്ചും, മീൻസ് ആ ചാന്തകൂത്തില് ദിലീപ് അങ്ങനെ തിരിച്ചും അങ്ങനെ ആവുന്നത് നമ്മൾ കാണുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ തുടക്കം മുതലേ നമ്മള് ശരിക്കും ബയോളജിക്കലി ആൻഡ് നാച്ചുറലി അല്ലെ ഒരു ഡിഫറെന്റ് സെക്സസ് ആണ് ആക്ച്വലി. അത് അങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഒരു കണക്ക് നന്നാകും എന്നൊരു ഇതാണ് എന്റെ പേഴ്സണൽ വ്യൂ. അതാണ് കേട്ടോ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് ഒരിക്കലും ഇപ്പത്തെ കാലത്ത് എന്താ അറിയോ, ഇതാണ് ശരി കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് ദാറ്റ് ഈസ് മൈ പേഴ്സണൽ വ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യൂ ഉണ്ടാക്കാം. ഓക്കെ, പക്ഷെ ചിന്തിക്കണം, നമ്മുടെ മക്കൾ വലുതാവുമ്പോ അവന് പൂർണ്ണമായ ഒരു ആൺകുട്ടിയായി ജീവിക്കണോ, അതല്ല പൂർണ്ണമായ ഒരു പെൺകുട്ടിയായി ജീവിക്കണോ, അതല്ല അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് എന്താണോ പ്രായപൂർത്തിയാവണത് അതിനുശേഷം അവന്റെ ജെൻഡർ അല്ലെങ്കിൽ അവന്റെ സെക്സ് പറയട്ടെ എന്നുള്ളിടത്താണെങ്കിൽ അങ്ങനെ. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ദെൻ ഈ ഗ്യാങ് സ്റ്റേജിൽ സോഷ്യൽ ബിഹേവിയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. കോഓപ്പറേഷൻ, അഗ്രഷൻ, സിമ്പതി, റൈവൽറി, ഇത്തരത്തിലുള്ള ഇതൊക്കെ പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ രണ്ടും എല്ലാം ഒരുപോലെ ഡെവലപ്ഡ് ആകും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് ലേറ്റർ ചൈൽഡ്ഹുഡിൽ ഓക്കെ ഒരു 8 to 12 ഒക്കെ പറയുന്നുണ്ട്. മാക്സിമം സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ വേരിയബിൾ സോഷ്യൽ വേൾഡ്. വ്യത്യസ്തമായ ഏതൊരു സോഷ്യൽ സെറ്റിങ്സ് ആണെങ്കിലും അവിടെയൊക്കെ കുട്ടിക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയുന്നത് കേട്ടോ. 8 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു സമയമാണ്.
ഈ സമയത്ത് 8 to 12 കുട്ടികൾക്ക് പിന്നെ അവരുടെ ഒരു സ്റ്റൈല് അത് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കോ അതോ പാരന്റ്സിന്റെ കൂടെ ഇരിക്കോ? ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെ. ദ ചൈൽഡ് സ്റ്റേസ് അവേ ഫ്രം ഹോം ആണ്. വീട്ടിൽ നിൽക്കാൻ തന്നെ കുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കാരണം കുട്ടിക്ക് ഫുള്ള് കളി ഫ്രണ്ട്സ് കളി എന്നുള്ളതായിരിക്കും. അവിടെയും തന്നെ ഈ 8 to 12 കുട്ടി ആരുടെ കൂടെ ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടപ്പെടാം? സെയിം സെക്സ് ഉള്ള കുട്ടികളുടെ കൂടെ ഇരിക്കോ അതല്ല മിക്സഡ് ആയിരിക്കോ? ദാറ്റ് മീൻസ് ഈ ഒരു ആണാണോ പെണ്ണാണോ പരിഗണിക്കാതെ ഇരിക്കോ അതല്ല ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കോ? ആൺകുട്ടികൾ കൂടെ മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടാം. പെൺകുട്ടികളൂടെ അവര് പരസ്പരം 7 വയസ്സായ മോനെന്നെ അവനെ പുറത്ത് വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബഹളം. പുറത്ത് കളിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതെ, നമ്മൾ അവരുടെ ഏജ് ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിലേ നമ്മള് ബാലവാടി LKG ഒക്കെ ഉണ്ടല്ലോ, LKG UKG ഒക്കെ. ആ സമയത്ത് അവര് തീരെ ആണോ പെണ്ണാണോ നോക്കിയില്ല. ഓക്കെ, പിന്നെ UKG എത്തി 1ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവർക്ക് മനസ്സിലായി തുടങ്ങും. ഓക്കെ, ഞങ്ങൾ ആൺകുട്ടികള് ഒരു പെൺകുട്ടികള് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഡിസ്റ്റിങ്വിഷിങ്ങിന് വരും. ഒരു LP സ്കൂൾ കഴിഞ്ഞ് UP സ്കൂൾക്ക് എത്തുകൂടി ആൺകുട്ടികളും പെൺകുട്ടികളും പൊതുവെ ശത്രുക്കളെ പോലെയാണ് പെരുമാറുക. ഈ ഒരു 8 to 12 മിക്കവാറും അവർ ഭയങ്കര ഓപ്പോസിറ്റ് ആയിരിക്കും. അഥവാ നമ്മൾ UP സ്കൂളില്ലേ, UP സ്കൂള് അവിടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഒരു ഇപ്പോഴത്തെ കാലത്ത് 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ തുടങ്ങിയാൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു ശത്രുക്കളായി തുടങ്ങും. പിന്നെ ഈ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരുത്തുന്നോണ്ടാണോ? നഴ്സറിയിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഏജിന്റെ പ്രശ്നമാണ്. ഓക്കെ, ഏജിന്റെ പ്രശ്നമല്ല, ഏജിന്റെ ഫീച്ചർ ആണത്. ഇനി 12 കഴിഞ്ഞാൽ അവസ്ഥ എന്താ? 13, 12 കഴിഞ്ഞാൽ അവസ്ഥ എന്താ? ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ എങ്കിലും അപ്പുറത്തേക്ക് എത്താൻ പറ്റിയെങ്കിൽ അല്ലെ എന്നാ ചിന്തിക്കുക. അപ്പം അത് ഓരോരോ പ്രായത്തിലുള്ള ഈ ഒരു ഡിഫറൻസസ് അഥവാ ഈ വേരിയേഷൻസ് പാരന്റ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഈ സമയത്ത് ഈ കുട്ടി ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക, ഇവന്റെ തോട്ട് പ്രോസസ്സ് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ സമയത്ത് അവരെ ബ്ലെയിം ചെയ്ത് അങ്ങനെ ഉണ്ടാവുക. പിന്നെ മോൻ 1ാം ക്ലാസ്സിലാണ്, അവൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ക്ലാസ്സിലെ കുട്ടികള് ഒക്കെ പേരൊക്കെ പറയും. കുട്ടികളെ പേര് വെച്ചാൽ എനിക്കറിയില്ല അറിയാം, ആ പെൺകുട്ടികളാണ് അറിയാം, ഓല അങ്ങനെ ഓരിങ്ങനെയാണ് അറിയാം. അപ്പൊ ചോദിക്കും ഓല എന്താ ക്ലാസ് കുട്ടികളല്ലേ, അവന്റെ പോലെ തന്നെ അങ്ങനെ പറയൊക്കെ മടിയാവുണ്ട് എന്നൊക്കെ പറയും. അത് നമ്മൾ ശരിക്കും അവനെ കുറ്റപ്പെടുത്തണോ അതല്ല സപ്പോർട്ട് ചെയ്യണോ? നമ്മള് മനസ്സിലാക്കുക അവരുടെ ഏജിന്റെ ഫീച്ചർ ആണെന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, അവന്റെ ഏജിന്റെ ഫീച്ചറാണ് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ന്യൂട്രൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ, മാറ്റി നിർത്തേണ്ട ആൾക്കാരൊന്നും അല്ല, ഒരേപോലെ എല്ലാവരോടും സംസാരിക്കണം, എല്ലാവരും ഒരേപോലെ ഇടപഴകാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ അഡോളസൻസിലേക്ക് പോകുമ്പോ അല്ലെ, ആ സമയത്ത് നമ്മൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് നേരിടും. അത് നമുക്ക് ഓൾറെഡി നമുക്ക് പഠിച്ചാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാറോ പെട്ടെന്ന് ഡീൽ ചെയ്യാൻ പറ്റും, ഈസിയായി ഡീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റോങ് ആയി ഡീൽ ചെയ്യും. ഓക്കെ, പിന്നെ അഡോളസൻസ് ആണ്, അവർ ഭയങ്കര സെക്സ് കോൺഷ്യസ് ആണ് ഇൻ ദയർ റിലേഷൻഷിപ്പ് അല്ലെ. അവർക്ക് ഓപ്പോസിറ്റ് ആയ ജെൻഡറിനോട് ഭയങ്കരമായി അട്രാക്ഷൻ വരുന്ന സമയമാണ്. ഡിഫറെന്റ് സെക്സസ് ട്രൈ ടു മ്യൂച്വലി അട്രാക്ട് ഈച്ച് അതർ അല്ലെ. അപ്പൊ ഇവിടെ ഉള്ള ചോദ്യം എന്ന് വെച്ചാലേ, ഇപ്പൊ നിങ്ങളുടെ ഒരു പെൺകുട്ടി 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തി, അവരൊരു റിലേഷൻ ബിൽഡ് ചെയ്യപ്പെട്ടു, നിങ്ങൾ ആ കുട്ടിയെ തള്ളി പറയുമോ സപ്പോർട്ട് ചെയ്യുമോ? അഡോളസന്റ് പീരീഡിൽ കുട്ടികളുള്ള ആരുണ്ട് ക്ലാസ്സിൽ? അങ്ങനെ തോന്നുന്നത് തെറ്റൊന്നുമല്ല, അത് നമ്മുടെ ഏജിന്റെ ഇതാണ്. പക്ഷെ ഈ റിലേഷൻ ഒന്നും ഇവിടെ എത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ല, എന്നാ ഞാൻ ചോദിക്കുന്നത് സപ്പോർട്ട് ചെയ്യോ അതല്ല തള്ളി പറയോ കൂടെ നിൽക്കോ? കൂടെ നിൽക്കാം. ഇത് ചെയ്തത് ഭയങ്കര ഉഷാറായി, ഉമ്മച്ചേന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അല്ലെ അമ്മ കൂടെ ഉണ്ട് എന്ന് പറയോ? അങ്ങനെ ഒരു ഇഷ്ടം തോന്നി എന്ന് വിചാരിച്ചിട്ട് തള്ളി പറയാൻ പറ്റുമോ സർ? തള്ളി പറയാൻ പറ്റും, പഠിക്കേണ്ട ടൈം ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓ, പറയുമ്പോഴേക്കാണ് മനസ്സിലാവും. ഇല്ല, എന്നാലും പറഞ്ഞു നോക്കും. നമ്മളെ ഒരു പാരന്റ് എന്നുള്ളവർക്ക് ഭയങ്കര കൺഫ്യൂഷനും
പേടിയും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഫീലിങ്സും അനുഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് മക്കള് അഡോളസൻസ് പീരീഡിലേക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര ചില പാരന്റ്സ് പറയട്ടോ, എന്റെ കുട്ടിനോടെല്ലാം പറയും. ഞാൻ കേട്ടില്ല, എനിക്കോളെ ഭയങ്കര വിശ്വാസമാണ്, എന്നോടെല്ലാം തുറന്ന് പറയുന്നത്, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സർ. അത് തന്റെ മോളെ മുന്നിലേ മോളെ കൂടെ നിർത്തിയിട്ട് ഇവൾ എന്നോടെല്ലാം പറയുന്നുണ്ട്, എനിക്കുള്ള 100% വിശ്വാസമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ആ സ്റ്റേറ്റ്മെന്റ് പറയണത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ദോഷം. ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. ഗുണം ചെയ്യുന്ന വെച്ചാല് അവിടെ ഒരു റാപ്പ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ ദോഷം എന്ന് വെച്ചാല് ഇവളെല്ലാം പറയും, പക്ഷെ അവൾക്ക് ഡേഞ്ചർ ആവണ ആ ഒന്ന് മാത്രം പറയില്ല. പക്ഷെ നമ്മൾ പറയും ഞാൻ എല്ലാം പറയുന്നുണ്ട് എന്ന വിശ്വാസം നേടിയെടുക്കും. മനസ്സിലായോ? അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതി, അപ്പൊ ചിലപ്പം പറയുമോ? അവരുടെ കൂടെ നിങ്ങൾ എന്ത് സ്പെൻഡ് ചെയ്താലും പറയില്ല. അല്ല, അവരുടെ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അതിനേക്കാൾ നല്ല ഫ്രണ്ട്സ് ക്ലാസ് റൂമിലുണ്ട്. അവരെ എല്ലാ ആക്ടിവിറ്റിക്കും സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് എല്ലാ നല്ല ഹെൽപ്പും കൊടുക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒന്നധികം ആളുകള് ഈ വീടിന് പുറത്തുണ്ട്. ഓക്കെ, വീട്ടിലുള്ള നിങ്ങള് അവിടെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലും കൂടെ നിൽക്കും എന്ന വിശ്വാസം ഓർക്കുണ്ടാവില്ല. അല്ല, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നമ്മുടെ മക്കളെ നമുക്ക് ശരിക്കും അറിയാമെങ്കിൽ അവരുടെ ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ? അത് പോയിന്റ്. ഞാൻ പറഞ്ഞത് അവര് പറയൂല എന്നാണ് പറഞ്ഞത്. അവര് ചിലപ്പോ പറഞ്ഞില്ല എന്നിരിക്കും, പക്ഷെ നമ്മ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ വായനത് എന്തായാലും വീഴും. അങ്ങനെ വീഴൂല. അത് ഒരു കക്കാൻ ഇറങ്ങി ഒരു കൃത്യമായി നിൽക്കാൻ പറയും. പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ശരിയാ, അവര് പറഞ്ഞറിയൂല, പക്ഷെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ വെച്ചാല് ഒന്നാമത്തെ ഇതിലുള്ള പോയിന്റ് വെച്ചാല് 100% മക്കളെ വിശ്വസിക്കരുത്. എത്ര നമുക്ക് ബെസ്റ്റാ തോന്നിയാലും വിശ്വസിക്കരുത്. അത് മക്കളെന്നല്ല, ആരും വിശ്വസിക്കരുത്. 80% വിശ്വസിക്കാൻ പാടുള്ളൂ. ബാക്കി 20% സ്പേസ് ഇടണം. രണ്ട്, ഇത് കണ്ടെത്താൻ വേണ്ടി ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും അവരെ ഒബ്സർവ് ചെയ്ത് കൊടുക്കണം. അവരുടെ ഉറക്കം, അവരുടെ എഴുന്നേൽക്കല്, അവരുടെ എല്ലാം പരമാവധി മാക്സിമം ഫോണ്, റൂം ഇതൊക്കെ സുതാര്യമാക്കാൻ ശ്രമിക്കുക. ഇനി ഇപ്പൊ നമ്മള് ഒരാൾക്ക് ഫോണില് പാസ്വേഡ് ഇല്ല എന്ന് വിചാരിച്ച് ആ ആള് ഭയങ്കര ശുദ്ധനാണ് അല്ലെങ്കിൽ അവിടെ വേറൊന്നും മറക്കാനില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ സുതാര്യനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നിടത്തോളം ഉള്ളില് മറ്റൊരു സീക്രട്ട് മറച്ചു വെക്കാനുള്ള ഒരു ലൈസൻസും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ടോപ്പിക്കിലേക്ക് ഒരുപാട് പോണില്ല, നമ്മൾ പോർഷൻ അല്ലെങ്കിലേ നമ്മള് ലാഗ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ സൂക്ഷിക്കുക. അപ്പോ ഈ അഡോളസൻസ് പീരീഡിൽ പാരന്റ്സ് ആകാനിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ഒന്ന് സൂക്ഷിക്കാം. സോ പിന്നെ പോപ്പുലാരിറ്റി ഓർ അൺപോപ്പുലാരിറ്റി പ്ലേ എ വൈറ്റൽ പാർട്ട് ഇൻ അഡോളസൻ അഡ്ജസ്റ്റ്മെന്റ്. അവർക്ക് പോപ്പുലർ ആകണോ വേണ്ടേ, ഫേമസ് ആകണോ വേണ്ടേ, വലുതാകണോ വേണ്ടേ, അല്ലെങ്കിൽ വലുതായോ ഇല്ലേ, ഇത്തരത്തിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള സമയമാണ്. അഥവാ സമൂഹത്തേക്ക് ഇറങ്ങണോ വേണ്ടേ എന്നുള്ള ഭയങ്കരമായി അവരിങ്ങനെ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് ഉള്ളൊരു സമയമാണ്. പിന്നെ സെൽഫ് അസേർട്ടീവ്നെസ്, സോഷ്യൽ ഇൻസൈറ്റ്, സോഷ്യൽ കോമ്പിറ്റൻസ് എക്സെട്ര എമേർജിങ് ഡ്യൂറിങ് ലേറ്റർ അഡോളസൻസ്. ഈ ഒരു ലേറ്റർ അഡോളസൻസ് ഒക്കെ ആകുമ്പോഴേക്ക് അതൊരു 18-19 ഒക്കെ ആകുമ്പോഴേക്ക് അവർ ഭയങ്കര അസേർട്ടീവ് ആയിരിക്കും. അവരൊരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കും അല്ലേ. ഇപ്പോ റിലേഷൻ വന്നാൽ പിന്നെ വിടൂല, എന്ത് വന്നാലും വിടൂല എന്നുള്ളൊരവസ്ഥയൊക്കെ പോലെ ഭയങ്കര അസേർട്ടീവ് ആയിരിക്കും. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ പറഞ്ഞൊന്നും കേൾക്കൂല, ആര് പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ പിടിച്ചതോട് തന്നെ നിൽക്കുള്ളൂ എന്നൊക്കെ വരും. എന്ത് ചെയ്യും? നിങ്ങളെ മോള് ഒരു റിലേഷനായി, നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ പ്രശ്നമാക്കി, പക്ഷെ ഓൾ പറഞ്ഞ് എന്ത് വന്നാലും ശരി ഞാൻ അതുമായി മുന്നോട്ട് പോകും എന്ന് ഉറച്ച തീരുമാനം എടുത്തു. എന്ത് ചെയ്യും? കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നോക്കും, പക്ഷെ തീരുമാനം മാറൂല. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ.
അപ്പൊ നല്ലതാണെന്ന് തോന്നിയാ സപ്പോർട്ട് ചെയ്യാം. ഏറ്റവും നല്ലത് അവര് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞാലേ നമ്മൾ ആദ്യം ന്യൂട്രൽ ചെയ്യുന്നതുകൊണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കുക. നമ്മളെന്താ ചെയ്യുക വെച്ചാല് അറിയുന്നതോട് കൂടി അവളെ തല്ലാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ റൂമിൽ പൂട്ടിടാനും അങ്ങനെ പല നടപടികളും എടുക്കും. ഭയങ്കരമായി പ്രശ്നമാക്കുകയൊക്കെ ചെയ്യും. വളരെ ഇമോഷണൽ ബാലൻസോടുകൂടി നേരിടാം. ആദ്യം വളരെ സൈലന്റ് ആയിട്ട് ന്യൂട്രലിൽ നിൽക്കുക. ഈ കുട്ടിക്ക് ഫീൽ ചെയ്യരുത് കൂടെ ഉണ്ട്, സപ്പോർട്ടീവ് ആണ് അല്ലെങ്കിൽ ഒപ്പോസിംഗ് ആണ്, രണ്ടും ഫീൽ ചെയ്യരുത്. ന്യൂട്രലായി നിൽക്കുക. എന്നിട്ട് വിശദമായി അന്വേഷിക്കുക. ഇത് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നതാണോ, മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ അല്ലേ. മുന്നോട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ കൂടുതൽ പറയണ്ട. പറ്റൂലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക? മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്ത് ചെയ്യും? നിങ്ങൾ സൈലന്റ് ആണ്, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം കേട്ടോ. ഞാൻ ടോപ്പിക് അവിടെ നിർത്തുകയാണ്. ആരും ഒന്നും പ്രതികരിക്കണില്ല. ആയിരിക്കും സോഷ്യൽ ഇൻസൈറ്റ്. അവർക്ക് സാമൂഹികമായ ഒരുപാട് ഇൻസൈറ്റ് അഥവാ അവരെ മനസ്സിൽ ഒരുപാട് ധാരണകൾ വരുന്ന ഒരു സമയമാണ്. അങ്ങനെ സോഷ്യൽ കോമ്പിറ്റൻസ് ആണ്. സമൂഹവുമായിട്ടും കൂടുതൽ ആളുകളുമായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഭയങ്കര ഒരു കോമ്പിറ്റൻസ് അല്ലെ, അവര് മത്സരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ലേറ്റർ അഡോളസൻസ് എന്നൊക്കെ പറയുന്നത്. ദെൻ അഡോളസെന്റ് ഗ്യാങ്സ് ആർ പവർഫുൾ ഫാക്ടേഴ്സ്. അവരെ സംബന്ധിച്ച് അവരുടെ ഗ്യാങ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് മേ സംടൈം ലീഡ് ടു ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ്. അവരുടെ ഗ്യാങ് നല്ലതാണെങ്കിൽ അവർക്ക് നല്ലതാകാനും, ഗ്യാങ് ആന്റി സോഷ്യൽ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ആന്റി സോഷ്യൽ ആവാനും പറ്റും. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളെ നന്നാക്കാനും നമ്മളെ കേടുവരുത്താനും ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം പറ്റുള്ളൂ. അഥവാ എന്നെ നന്നാക്കാൻ ഈ ലോകത്ത് ഒരാൾക്കാ പറ്റുക. അതാരറിയോ? ഞാൻ തന്നെ. നീയല്ല, ഞാൻ. ഹലോ, ഓക്കെ. അഥവാ ഇന്ന നന്നാക്കാൻ നിനക്ക് പറ്റില്ല, എനിക്ക് പറ്റും. ഇന്ന നാശാക്കാൻ എനിക്ക് പറ്റും. അഡോളസെന്റ് പീരീഡില് രണ്ടാൾക്ക് ഇന്ന നന്നാക്കാനും അല്ലെങ്കിൽ അഡോളസെന്റ് പീരീഡിലെ ആ കുട്ടീനെ നന്നാക്കാനും കേടുവരാനും പറ്റും. ഒന്ന് ആ വ്യക്തി തന്നെയാണ്, രണ്ട് ഫ്രണ്ട്സ് ആണ്. അഥവാ അഡോളസെന്റ് പീരീഡിൽ ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചാല് അൺനോൺ ആണ്. നമ്മൾ അറിയാതെ, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യാതെ, നിന്ന് കൊടുക്കാതെ ഫ്രണ്ട്സിന്റെ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈനിലേക്ക് മാറിപ്പോവാനുള്ള സാധ്യത അഡോളസെന്റ് പീരീഡിലുണ്ട്. അഡോളസെന്റ് പീരീഡിൽ മാത്രമാണ് അതുള്ളത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കള് അഡോളസെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതും വീക്ഷിക്കേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും ഒരു സാധനമാണ് അവരുടെ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര മോശം ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആൻസർ ഇല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോവാണ്. സോ അഡോളസെന്റ് ഗ്യാങ്സ് ആർ പവർഫുൾ ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞ. സൗണ്ട് കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട് സർ. അവരോട് പറഞ്ഞു കൂട്ടുകെട്ട് നല്ലതല്ലാന്ന് പറഞ്ഞു കൊടുക്ക. ഒരു മിനിറ്റ്. റെസ്പോൺസ് ഇല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിൽ എക്സ്ട്രാ ഒന്നും പറയില്ല. സിലബസ് മാത്രം പറയും, മുന്നോട്ട് പോകും. കൂടെ ഉണ്ട് റെസ്പോൺസ്. എങ്ങനെ ആൻസർ അറിയായിട്ട് അവന്റെ അമ്മേ, ആ കാസർഗോഡ് ഒരാള് സട കുടഞ്ഞു അടിയിട്ടിരിക്കുന്നു. ആൻസർ ഇല്ലെങ്കിൽ സർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആൻസർ അറിയില്ലെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയും, എന്തത് നിങ്ങളെല്ലാവരും ഇന്ത്യ വേദികളാണ്, നിങ്ങൾ എന്താ പറയാത്തെ? പൊട്ടത്തിലാണെങ്കിലും പറയാം. ദാറ്റ് ഈസ് ദ റൈറ്റ് വേ. ഞങ്ങൾ ചിന്തിക്കുകയാണ് സർ. ഞങ്ങൾ ചിന്തിച്ച് വരുമ്പോഴത്തേക്കും സാറ് ചെയ്യും. ഞങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ഇൻഡെപ്തായിട്ട് ചിന്തിച്ച് കൊണ്ടുവരിക. നേരത്തെ അഡോളസെൻസിലെ റിലേഷൻ ഉണ്ടാവുമ്പോ എന്ത് നടക്കില്ല എന്ന് കണ്ട എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ സാറ് ഞാൻ തെറ്റിയപ്പോ സാറ് തെറ്റി തുടർന്നു. ബാക്കി വേറെ അടുത്ത പോയിന്റിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാ സാർ? എന്താ ചെയ്യാ? നമുക്കൊരു ഞാൻ ഈ ഐ ഫീലിംഗിനുള്ളതേ വി ഫീലിംഗ് എത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പം ഗ്യാങ് എന്താ പറയാ ടോക്സിക് ആണെന്ന് കണ്ടാല് ഒന്നാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഗ്യാങ്ങിൽ നിന്ന് എങ്ങനെയും മാറാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷെ ഓല് എന്ത് വില കൊടുത്ത് മാറൂല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ അറിയോ? പക്ഷെ നമ്മളെ കുട്ടി നല്ലതാണെങ്കിൽ ആ ഗ്യാങ്ങിനെ നന്നാക്കാനും പറ്റും. പറ്റും. പക്ഷെ അത് റിസ്ക് ആണ്.
കുറച്ച് റിസ്ക് ആണ്. കുറച്ച് നമ്മളെ കുട്ടീനെ നമ്മള് വിട്ടുകൊടുക്കൂല. നമ്മൾ എടുക്കുന്ന റിസ്ക് ആണ്. അതെ. ഓക്കെ, പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഗ്യാങ്ങിൽ നിന്നുകൊണ്ട് നിനക്ക് മാത്രം എങ്ങനെ നിൽക്കാം, അത് അവർക്ക് കുറച്ചൊക്കെ പറ്റും. അഥവാ ആരോടൊക്കെ നോ പറയണം, ഏതൊക്കെ സന്ദർഭത്തിൽ നോ പറയേണ്ടത് എന്നുള്ള രൂപത്തിൽ. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ നടക്കാതെ വരുമ്പോഴാട്ടോ, അത് അവനെ ഗ്യാങ് മാറ്റുക എന്നുള്ളത് ഒരിക്കലും നടക്കണില്ലെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ഗ്യാങ് മാറ്റുക ഈക്വൽ ടു അവന്റെ സ്കൂൾ മാറ്റുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിൽ ഭയങ്കര അലമ്പാ, നമ്മൾ ഫുള്ള് ചുറ്റുപാട് ഭയങ്കര പ്രശ്നമാണെങ്കിൽ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഹോസ്റ്റല് ബോർഡിങ്ങിലാക്കി നോക്കുക, അങ്ങനത്തെ ആ ഒരു വലിയ മാറ്റങ്ങളൊക്കെ പറ്റും. ഇനി അതൊന്നും പറ്റുന്നില്ല എങ്കിൽ ആ ഗ്യാങ്ങിന്റെ കൂടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് നന്നാകാൻ പറ്റുക, അല്ലെങ്കിൽ മോശമാകാതിരിക്കാൻ പറ്റുക, അതിലുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. അത് പിന്നെ നമുക്ക് അവിടെ ഓപ്ഷൻ ഉള്ളൂ. കാരണം ഗ്യാങ് മാറോടുകൂടി ഈ കുട്ടി എന്ത് ചെയ്യുന്നാരോ നിങ്ങളെ തന്നെയാണ് മാറ്റുക. നിങ്ങൾ അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനോട് മിണ്ടരുത് പറഞ്ഞാല് അവന് നിങ്ങളോട് മിണ്ടാതിരിക്കുകയാണ് ആദ്യം ചെയ്യുക. പോയിന്റ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. കാരണം എന്തല്ലാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ ഓക്കെ നമ്മൾ ഏത് സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയാണ് നിർത്താൻ പറ്റുക അവിടെ നമ്മൾ നിർത്തിട്ടോ. സോഷ്യൽ ഡെവലപ്മെന്റ് ഫ്രം ഇൻഫാൻസി ടു അഡോളസൻസ് വരെയാണ്. സോ ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് ലിസ്റ്റഡ് സെർട്ടൻ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു വെച്ച ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓരോ സമയത്ത് കുട്ടിക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്. പ്രീ സ്കൂൾ ചിൽഡ്രൻ അഥവാ വൺ ഓർ ടു ഫ്രണ്ട്സ്, ബട്ട് ഫ്രണ്ട്സ് ആർ ഫ്ലെക്സിബിൾ. അഥവാ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് നമ്മളെ ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അറിയുന്ന ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുക. അത് പിന്നെ അവരെന്ത് ചെയ്യും, പുതിയ ആൾ വന്നാൽ ചേർക്കും, ഓരെന്നെ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല, ഫ്ലെക്സിബിൾ ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ് പറയാം കേട്ടോ, സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. പിന്നെ സ്മോൾ പ്ലേ ഗ്രൗണ്ട് ആണ്, പ്ലേ ഗ്രൂപ്പ് ആയിരിക്കും, അഥവാ ചെറിയ സ്ഥലം, ചെറിയ കുറച്ച് ആളുകൾ, ചെറിയ കളികൾ ഒക്കെ ആയിരിക്കും. കോറൽസ് ആർ ഫ്രീക്വന്റ്, അല്ലെ? കോറൽസ് ആർ ഫ്രീക്വന്റ്, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളെ. അത്തരം കുട്ടികൾ അഥവാ ഒരു 5 വയസ്സിന് മുമ്പുള്ള കുട്ടികളുടെ കളിക്കിടയിൽ അവരുടെ വഴക്ക് എന്താണ്? ഫ്രീക്വന്റ് ആണ്, ഷോർട്ട് ആണ്, ആൻഡ് ക്വിക്ലി ഫോർഗോട്ടൺ, അല്ലെ? ഇടക്കിടക്ക് വഴക്കുകൾ ഉണ്ടാകും, ചെറിയ ചെറിയ വഴക്കുകൾ ഇരിക്കും, ഒരു പെട്ടെന്ന് തന്നെ അത് മറന്നു പോകും. പക്ഷെ ഓല് മറന്നാൽ ആരും മറക്കൂല, പാരന്റ്സ് മറക്കൂല. ദെൻ അവയർനെസ് ഓഫ് സെക്സ് റോൾസ് ബിഗിൻസ് അറ്റ് ദ സ്റ്റേജ്. ഒരു 5 വയസ്സൊക്കെ ആണോടുകൂടിയാണ് ആക്ച്വലി അവർക്ക് എന്ത് വരുന്നത്, അവരുടെ ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ ഉള്ള ഒരു റോൾ വരുന്നത്. 2 പ്രൈമറി ക്ലാസ് ചിൽഡ്രൻ ആണ്, അഥവാ LP സ്കൂൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രീ സ്കൂൾ പറഞ്ഞാൽ LKG UKG ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ 1ാം ക്ലാസ് മുമ്പുള്ളത് മനസ്സിലാക്കുക. പ്രൈമറി ക്ലാസ് ഉദ്ദേശിക്കുന്നത് LP സ്കൂളിൽ മനസ്സിലാക്കുക. മോർ സെലക്റ്റീവ് ഇൻ ചോയ്സ് ഓഫ് ഫ്രണ്ട്സ്. അവരുടെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവനാണ്, അല്ലെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവരാണ് എന്ന കൃത്യമായ ധാരണ ഓൽക്കുണ്ടാവും. പിന്നെ കോറൽസ് അവിടെ ഉണ്ടാവും, വഴക്ക് നിർബന്ധമായിരിക്കും, നുള്ളി പിച്ചി, ഇന്റെ അങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് എടുത്തു, അങ്ങോട്ടാക്കിയില്ല ഇങ്ങോട്ടാക്കിയില്ല എന്നൊക്കെ പറയും, അല്ലെ? യൂസ് വേർഡ്സ് ദാൻ ഫിസിക്കൽ അഗ്രഷൻ. വാക്കുകളാണ്, പരസ്പരം അങ്ങോട്ടും കരച്ചിലും സംസാരമൊക്കെ ഉണ്ടാവുക, അഗ്രഷൻ കുറവായിരിക്കും. ദെൻ കോമ്പറ്റീഷൻ ആൻഡ് ബോസ്റ്റിംഗ് ആർ സീൻ. ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. പിന്നെ ബോസ്റ്റിംഗ് ഒരു രക്ഷ ഉണ്ടാവില്ല. എന്താ ബോസ്റ്റിംഗ് പറഞ്ഞാല്? ബോസ്റ്റ് തള്ളര്, അല്ല എന്റെ പാക്ക് പുതിയ വണ്ടി വാങ്ങിയാണ്, അതിന് വലിയ 2 ടയർ ഉണ്ട്, അതിന്റെ ഒച്ച ഇങ്ങനെ കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി പോലെ എന്ത് ചെയ്യും, എനിക്കതുണ്ട്, എന്റെ വീട്ടിൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി ബോസ്റ്റ് ചെയ്യും. ഓക്കെ, ബോയ്സ് ആൻഡ് ഗേൾസ് ഓർ ഡിഫറെന്റ് ഇൻട്രസ്റ്റ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ താല്പര്യങ്ങളായിരിക്കും. ആ 2 താല്പര്യങ്ങളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ആൺകുട്ടിക്ക് ആൺകുട്ടി താല്പര്യം, പെൺകുട്ടിക്ക് പെൺകുട്ടി താല്പര്യം. ഇത് ഇന്റർവ്യൂ ആണ്, ഞാൻ വീണ്ടും പറയാണ്. അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ടോയ്സ്, അവർക്ക് കൊടുക്കുന്ന ഡ്രസ്സ്, അവർക്ക് എല്ലാത്തിലും നമ്മൾ ആ ഒരു ഇത് ഈക്വാലിറ്റിയോ അല്ലെങ്കിൽ അതിനല്ല പറയണേ, പക്ഷെ ആ ഒരു ഡിഫറൻസസ് അവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, ദെൻ എലിമെന്ററി ഗ്രേഡ് ആവുമ്പോൾ ഗ്യാങ് ഇൻഫ്ലുവൻസ് ബിക്കം പവർഫുൾ. അഥവാ കുറച്ചുകൂടി ഒരു UP തലത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് അവരെന്തായി, ഗ്യാങ്ങിലേക്ക് പോയി തുടങ്ങി. ഇൻട്രസ്റ്റ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ബിക്കം മോർ ഡൈവേർജന്റ്. ആൺകുട്ടികളുടെ താല്പര്യം ഫുള്ള് വേറെ കരം, പെൺകുട്ടികളുടെ താല്പര്യം ഫുള്ള് വേറെ കരം. UP സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയാലേ നമ്മളിപ്പോ ഗ്രൗണ്ട് കൊണ്ടായാല് ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് ഒക്കെ അവർക്ക് ഫുള്ള് വേറെ വേറെ വേണ്ടില്ല. ഓക്കെ,
ടീം ഗെയിംസ് ആർ മോർ പോപ്പുലർ. അവർക്ക് ഒന്നിച്ച് കളിക്കൊക്കെ വേണം, പക്ഷെ അവർക്ക് ആൺകുട്ടികളുടെ ഗെയിം, പെൺകുട്ടികളുടെ ഗെയിം അവർക്ക് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ദെൻ അഡോളസൻസിലേക്ക് വരുമ്പോൾ ഒരു 13 വയസ്സിന് മേലൊക്കെ വരുമ്പോൾ പിയർ ഗ്രൂപ്പ് ഡോമിനൻസ്, അവരുടെ ആ ഒരു ഗ്യാങ് ഒന്നുകൂടി ഡോമിനന്റ് ആയിരിക്കും. കൺസേൺ ഫോർ ഓപ്പോസിറ്റ് സെക്സ് ഇൻക്രീസ്, അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ച പോലെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അട്രാക്ഷൻ അവിടെ കൂടി വരും. തൽക്കാലം നമ്മൾ ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് പറഞ്ഞ് നിർത്തുകയാണ്. സമയം 8:42 സോ എനിവേ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? ജസ്റ്റ് ലെറ്റ്സ് ഹാവ് എ ലുക്ക്. സോ ഡെവലപ്മെന്റ് ഫേസസ് ആണ് ഫസ്റ്റ് പഠിച്ച ടോപ്പിക്. എന്താണ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്നുള്ളത് മാത്രമല്ല അവിടെ മനസ്സിലാക്കിയത്. പെർലോക്ക് പ്രീനാറ്റൽ സ്റ്റേജ്, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് 2 ഘട്ടങ്ങൾ പറഞ്ഞു. അതിനുള്ളിൽ ഇങ്ങനെ ജെർമിനൽ പീരീഡ്, എംബ്രിയോണിക് പീരീഡ്, ഫീറ്റൽ പീരീഡ്, അതേപോലെ തന്നെ പോസ്റ്റ് നാറ്റൽ ആണെങ്കിൽ ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, പ്രീ അഡോളസൻസ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജസ് പറഞ്ഞു. ആദ്യം ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് പിന്നീട് പറഞ്ഞത്. കോമൺ ആയിട്ട് എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞു. അഡോളസൻസിൽ പ്രത്യേകം പറഞ്ഞു. ദെൻ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. ഇതും കോമൺ ആയിട്ട് ഏകദേശം ഓരോ കുട്ടികളുടെയിലൊക്കെ വരുന്ന ഇന്റലക്ച്വൽ ഡിഫറൻസസ് ആണ്, ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. അതിൽ ഐ ഫീലിംഗും വി ഫീലിംഗും പറഞ്ഞു. പ്രീ ഗ്യാങ് സ്റ്റേജും ഗ്യാങ് സ്റ്റേജിന്റെയും പ്രത്യേകതകൾ പറഞ്ഞു. അതുപോലെ തന്നെ ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, ഇവരുണ്ടാകുന്ന മാറ്റങ്ങളാണ് പറഞ്ഞത്. പിന്നീട് പ്രീ പ്രൈമറി ചിൽഡ്രൻ എന്തായിരിക്കും സോഷ്യൽ ഡെവലപ്മെന്റ്, പ്രൈമറി ക്ലാസ് ചിൽഡ്രൻ എന്തായിരിക്കും സോഷ്യൽ ഡെവലപ്മെന്റ്, എലമെന്ററി ഗ്രേഡിൽ എന്ത് സംഭവിക്കും, ആൻഡ് അഡോളസൻ ഗ്രേഡിൽ എന്ത് സംഭവിക്കും. ഇത്രയാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇനിയും കുറച്ചൊക്കെ അധികം മുന്നോട്ട് പോകാനുണ്ട്. സോ അത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പോകും. സോ ഇന്ന് നമ്മുടെ ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം പിന്നെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതൊരു തിയറിറ്റിക്കലായി മാത്രം ഒതുക്കാതിരിക്കുക. കാരണം ഇതിനൊരു ലൈഫ് അപ്ലിക്കേഷൻ ഉണ്ട്, ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, റൈറ്റ്? അഥവാ ക്ലാസ് റൂമിൽ നമുക്ക് ചിലത് ചെയ്യാനുണ്ട്, നമ്മുടെ ലൈഫിൽ നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. സോ അതിന് നമുക്ക് കഴിയണമെങ്കിൽ നമ്മളിത് കേവലം ഒരു തിയറി ആക്കി, കേവലം പരീക്ഷയ്ക്കുള്ള ചില നോളജ് ആക്കി മാത്രം പഠിക്കാതെ, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ചിന്തിക്കുകയാണ് സർ, ഞങ്ങള് അഡോളസൻസിന്റെ അല്ലെ, അവര് പിന്നെ ഷാട്ടി പിടിച്ചാൽ എന്താ ചെയ്യാന്ന് ആലോചിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞ പോലെ ആഴത്തിൽ ചിന്തിച്ചെന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുക, ക്രിട്ടിക്കലായിട്ട് നേരിടുക. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ പോയിന്റും ശരിയാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ കാലം കഴിഞ്ഞു പോയി. ടീച്ചർ അതോറിറ്റേറ്റീവ് അല്ല. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാം. തെറ്റോ ശരിയോ എന്നൊക്കെ ഉള്ളതൊക്കെ പിന്നെ ആവാം. നമ്മുടെ പോയിന്റ് പറഞ്ഞെന്ന് ഉറപ്പുവരുത്തുക. വളരെ ആക്റ്റീവായി ക്ലാസ്സിൽ ഉണ്ടാവുക. പറ്റുകയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ നോട്ട്സ് മുൻകൂട്ടി തന്നത് പ്രിന്റ് എടുത്ത് മുന്നിൽ വെച്ച് വായിച്ച് പഠിച്ചു വരാൻ വേണ്ടി മുൻകൂട്ടി ആ ഒരു പ്രിന്റ് തന്നിട്ടുണ്ട്. സോ അതിലേക്കൊക്കെ ഒന്നുകൂടി വായിച്ചു നോക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തില്ലോ ഒക്കെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവാം. അതൊക്കെ ഉണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം, നമ്മളത് എന്ത് ചെയ്യും, അതിൽ എഡിറ്റ് ചെയ്യും, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കും. സോ എനിവേ കുറെയൊക്കെ നിങ്ങൾ ഒരു 90% ആക്റ്റീവ് ആയിരുന്നു. 10% എനിക്ക് അതിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ചില സമയത്ത് സൈലന്റായി പോയതിൽ. സോ എനിവേ നല്ല ആക്റ്റീവായ സ്റ്റുഡൻസ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന രൂപത്തിൽ പറഞ്ഞുതരാൻ നമുക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഏതായാലും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. Good night to all.